നമുക്ക് പോകാം ثم ذهبا به حتى أتيا بي على روضة مونقة دخلا فيها. ഞാനൊരു മനോഹരമായ ഒരു തോട്ടത്തിലേക്ക്, ഒരു മലർവാടിയിലേക്ക്, ഒരു പൂന്തോപ്പിലേക്ക് കയറി ചെന്നു. وإذا فيها رجل, അവിടെ ഒരാളെ ഞാൻ കണ്ടു, ഒരു പുരുഷനുണ്ട്, ഒരു ചെറുപ്പക്കാരൻ. പുണ്യനബി തങ്ങൾ പറഞ്ഞു, ഹുവ തവീലുൻ, നല്ല നീളമുള്ള ആളാണ് അവിടെ ഞാൻ കണ്ടത്. ലാ അകാദു അറാ റഅസഹു മിൻ തൂലിഹി, നീളം കാരണം തല ഞാൻ കാണുന്നില്ല അത്രക്ക്. വഇൻദഹു സുബിയാനുൻ സിഗാർ, കൊച്ചു മക്കൾ ആ മനുഷ്യന്റെ കൂടെയുണ്ട്. ഞാൻ ചോദിച്ചു, ആരാണിത്? വമൻ ഹൗലാ, ആരാണ്? ജിബ്രീലേ, മീകായിലേ, ഇവരെ ആരാണ് ഇദ്ദേഹം? ഈ നീളമുള്ള ആളാരാണ്? കൂടെ കിടക്കുന്ന ആയിരക്കണക്കിന് പിഞ്ചു മക്കളുണ്ട്, അവരാരാണ് എന്ന് ചോദിച്ചു. എന്നോട് പറഞ്ഞു, ഫഖാല ഇൻതുലിഖ്, നബിയേ നമുക്ക് പോകാം, നമുക്ക് ഇനിയും കാണേണ്ടതുണ്ട്. വീണ്ടും യാത്ര തുടരുകയാണ്. ثم أتيا بي دوحة, എനിക്കൊരു മനോഹരമായ മലർവാടിയിലേക്ക് എന്നെ കൊണ്ടുപോയി. എന്നോട് പറഞ്ഞു, ഇസ്അദ്, പൊയ്ക്കോളൂ നബിയെ, കയറിക്കോളൂ. ഫസഅത്, ഞാൻ ആ മലർവാടിയിൽ കയറിയിരുന്നു. ثم دخل مدينة, പിന്നെ ഒരു നഗരത്തിലേക്കാണ് അവർ രണ്ടുപേരും കയറുന്നത്. അവിടെ ചെന്നപ്പോൾ ഞാൻ കണ്ടത് റിജാലൻ ശത്രുഹും കഅഹ്സനി മാ അൻതറാഇം മിനർ റിജാൽ, നല്ല മനോഹരമായ പുരുഷന്മാർ. ഒരു ഭാഗം വളരെ മനോഹരം, പകുതി നല്ല ചൊറുക്കുള്ള മനുഷ്യന്മാർ. വശത്രുഹുമുൽ ആഖർ, രണ്ടാമത്തെ ഭാഗം കഅഖ്ബഹി മാ അൻതറാഇൻ, കാണാൻ പറ്റാത്ത വിധം മോശമായ മുഖം. ഒരു ഭാഗം വളരെ നല്ലത്, പകുതി ഭാഗം വളരെ മോശമായത്. മാ ഹൗലാ, ജിബ്രീലേ, മീകായിലേ, ഇവരാരാണ്? എന്താണ് ഇവർക്ക് സംഭവിച്ചത്? ഖാല, മീകായിൽ അലൈഹിസ്സലാമും ജിബ്രീൽ അലൈഹിസ്സലാമും, ഇൻതുലിഖ് നബിയേ നമുക്ക് പോകാം. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇർഫഅ റഅസക്, നബിയെ തല ഉയർത്തിക്കോളൂ. നോക്കുക, ഞാൻ തല ഉയർത്തി. ഫഇദാ ശൈഉൻ മിസ്ല അസ്സഹാബ, മേഘം പോലോത്തത് എൻ്റെ തലക്ക് മീതെ ഞാൻ കണ്ടു. ഫീഹി ഖസ്റുൻ അളീം, ആ ഒരു മേഘത്തിനിടയിൽ മനോഹരമായൊരു കൊട്ടാരം എനിക്ക് കാണിക്കപ്പെട്ടു. അവർ പറഞ്ഞെന്നോട്, ഹാദാ ഖസ്റുക ഫിൽ ജന്ന, നബിയേ ഇത് അല്ലാഹു അങ്ങേക്ക് സ്വർഗ്ഗത്തിൽ നൽകാൻ പോകുന്ന കൊട്ടാരമാണ്. ദാലിക ഫളലുല്ലാഹി യുതീഹി മൻ യശാ, അവിടുത്തെ പ്രവാചകർക്ക് അല്ലാഹു നൽകുന്ന ഔദാര്യമാണ്, അല്ലാഹു നൽകുന്ന ആദരവാണത്. ഹാദാ ഖസ്റുക ഫിൽ ജന്ന, അല്ലാഹു സ്വർഗ്ഗപ്രവേശനം നമ്മോട് ഈമാനികമായ, ആത്മികമായ, വൈജ്ഞാനികമായ ബന്ധമുള്ള ദീനിൻ്റെ ഖാദിമീങ്ങളായ ഈ ഉമ്മത്തിന് വേണ്ടി പണിയെടുക്കുന്ന, ഖിദ്മത്ത് ചെയ്യുന്ന, ദീനിൻ്റെ ഓരോ സംരംഭങ്ങളിലും ഭാഗവാക്കുകളാകുന്ന സർവ്വ മുഅ്മിനും മുഅ്മിനാത്തുകൾക്കും അല്ലാഹുവേ നിന്റെ സ്വർഗ്ഗലോകത്ത് നീ ഒരു വീട് നൽകണേ. അല്ലാഹുമ്മ അദ്ഖിൽനൽ ജന്ന, റബ്ബേ ഞങ്ങൾക്ക് സ്വർഗ്ഗപ്രവേശനം സാധ്യമാക്കണമേ. വഅഇദ്നാ ബിഫദ്ലിക മിനന്നാർ, നിന്റെ ഔദാര്യം കൊണ്ട് റബ്ബേ ഞങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തല ഉയർത്തിയപ്പോൾ കണ്ട ഒരു മേഘം, ആ മേഘത്തിനുള്ളിലെ മനോഹരമായൊരു കൊട്ടാരം. തങ്ങൾ അവരോട് പറഞ്ഞു, ബാറക്കല്ലാഹു ഫീകുമാ, ബാറക്കല്ലാഹു ഫീകുമാ, അല്ലാഹു നിങ്ങൾ രണ്ടുപേർക്കും ബറക്കത്ത് ചെയ്യട്ടെ. സന്തോഷ സൂചകമായി തങ്ങൾ മറുപടി പറഞ്ഞു, ദഅനി അദ്ഖുലു ഖസ്രി, നിങ്ങൾ എന്നെ ആ ഒരു കൊട്ടാരത്തിലേക്ക് കടക്കാൻ അനുവദിക്കുമോ? ഞാനൊന്ന് കടന്നോട്ടെ. ഖാല, അവർ പറഞ്ഞില്ല, പറ്റില്ല നബിയേ. ഇന്നഹു ഖദ് ബഖിയ ലക ഉംറുൻ, നിങ്ങൾക്ക് ഭൂമിയിൽ ഇനിയും ഇച്ചിരി ആയുസ് ബാക്കിയുണ്ട്, നിങ്ങൾ മരണപ്പെട്ടിട്ടില്ല, നിങ്ങൾ സ്വർഗ്ഗലോകത്തേക്ക് എത്താറായിട്ടില്ല, നിങ്ങൾക്ക് ഇനിയും ഭൂമിയിൽ ആയുസ്സുണ്ട്, അതുകൊണ്ട് കയറാൻ സമയമായില്ല എന്ന് എന്നോട് ആ മലക്കുകൾ പറഞ്ഞു. ഫഇദാ ഖളൈതഹു ഫഇന്നക സതദ്ഖുലു ഹാദൽ ഖസ്ർ, നിങ്ങളെങ്ങാനും ഭൂമിയിലെ ആയുസ് കഴിഞ്ഞു കഴിയുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ കൊട്ടാരത്തിലേക്ക് വരിക തന്നെ ചെയ്യും. സംഭാഷണം തുടരുകയാണ്. ഞാൻ ചോദിച്ചു, ഇന്നകുമല്ലൈല മറർതുമാ ബി അലാ മറായി, ഒരുപാട് കാഴ്ചകൾ നിങ്ങൾ എന്നെ കാണിച്ചുവല്ലോ എന്ന്. ഈ രാത്രി നിങ്ങൾ എന്നെ ഒരുപാട് കാഴ്ചകൾ കാണിച്ചു. ഫഅഖ്ബിറാനി ബിദാലിക്, എന്താണ് ഞാൻ കണ്ടത് എന്നതിൻ്റെ പൊരുളൊന്ന് പറഞ്ഞു തരണേ. ഫഖാല,
രണ്ടുപേരും പറഞ്ഞു കൊടുക്കുന്നു, അമ്മർ റജുലുൽ അവ്വലുൽ ലദീ അലാ റഅസിഹി യദ്രിബുഹു ബിൽ ഹിജാറ. കല്ലെടുത്ത് മലർന്നു കിടക്കുന്ന ഒരു മനുഷ്യന്റെ തലയിലേക്ക് കല്ലെടുത്തെറിയുന്നത് കണ്ടില്ലയോ? ആ കിടക്കുന്ന മനുഷ്യൻ ആരാണെന്നറിയുമോ? റജുലുൻ ആതാഹുല്ലാഹുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്ന ഹാഫിളുകള്, ഖുർആൻ പഠിച്ച ആലിമീങ്ങൾ. ഫനാമ അൻഹു ഫിൽ ലൈൽ, രാത്രി ആ ഖുർആൻ ഉപയോഗിച്ചുകൊണ്ട് നിസ്കരിക്കാതെ കിടന്നുറങ്ങിയവർ. വലം യഅമൽ ബിഹി ഫിന്നാർ, പകൽ സമയത്ത് ആ ഖുർആൻ അനുസരിച്ച് അമൽ ചെയ്യാതെ ജീവിച്ചവരാണ്. ഖുർആൻ അറിയുകയും അതനുസരിച്ച് പകലിൽ അമലില്ല, രാത്രിയാണെങ്കിലോ ഇബാദത്തുമില്ല. അത്തരക്കാരായ ആളുകളെ അല്ലാഹു ശിക്ഷിക്കുന്ന രീതിയാണ് നബിയെ അങ്ങയെ കാണിച്ചത്. ഇതൊരു സിംബലിക് റെപ്രസെൻറ്റേഷനാണ്. നടക്കാൻ പോകുന്ന സംഭവങ്ങളെ നടക്കുന്നതായിട്ട് അല്ലാഹു ഹബീബിന് കാണിച്ചു കൊടുത്തത്. അല്ലാഹു നമ്മുടെ അറിവുകൾ അതനുസരിച്ച് അമൽ ചെയ്യാനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്ക് നൽകട്ടെ. വഅമ്മർ റജുലുൽ മുൽതജി, പുന്നാര നബിയെ, ഒരു മനുഷ്യനെ കണ്ടില്ലയോ കിടക്കുന്ന മറ്റൊരാൾ? അയാളുടെ അടുത്ത് ഇപ്പുറത്ത് ഒരാളുണ്ട്, ഇരുമ്പിൻ്റെ കുളത്തുകൊണ്ട് അയാളുടെ കവിള് കീറി മുറിക്കുന്നുണ്ട്, മൂക്കിലൂടെ മുറിക്കുന്നുണ്ട്, ചെവിഭാഗം കണ്ണും എല്ലാം എടുത്ത് കളയുന്നുണ്ട്. ആരാണിതെന്നറിയുമോ എന്ന് ചോദിച്ചു. ഈ പറയുന്നത് 21-ാം നൂറ്റാണ്ടിലെ നമ്മുടെ സോഷ്യൽ മീഡിയയെ ആണെന്നാണ് എൻ്റെ ധാരണ. അല്ലാഹു അലം, അല്ലാത്തതുമാകാം. ഹദീസിൻ്റെ വാക്കുകൾ ഇങ്ങനെ അർത്ഥം വെച്ച് നോക്കുമ്പോൾ അത് നമ്മുടെ സോഷ്യൽ മീഡിയകളിലൂടെ കാര്യങ്ങളുടെ നിജസ്ഥിതി അറിയാതെ മനുഷ്യന്മാരെക്കുറിച്ച്, ആലിമീങ്ങളെക്കുറിച്ച്, സാദാത്യങ്ങളെക്കുറിച്ച്, സാധാരണക്കാരെക്കുറിച്ച് അങ്ങനെ ഗീബത്തും നമീമത്തും എഴുതിവിടുന്ന ആളുകളെക്കുറിച്ച് പറയുന്നതാണെന്നാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഓർമ്മയും ബുദ്ധിയും തൻ്റെ ഇടവും അല്ലാഹു നമുക്ക് നൽകട്ടെ. ഇത് ഗൗരവമുള്ളതാണ്. സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസാണിത്. പുണ്യ നബി തങ്ങൾ കൊണ്ടുവന്നത് വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്കാണ് മുസ്ലിം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ഹദീസിൻ്റെ സാരം നമ്മൾ മനസ്സിലാക്കുക. അമ്മർ റജുലുൽ മുൽതജിഉ വല്ലദീ ഇൻദഹു റജുലുൻ യശഖു ഫമഹു ബിൽ ഖലൂബ്, ഇരുമ്പിൻ്റെ കുളത്തുകൊണ്ട് ശരീരമാസകലം കീറി മുറിക്കുന്ന ഒരാൾ. ആ ശരീരം അങ്ങനെ കിടന്നു കൊടുക്കുന്ന ആളിൻ്റെ മുഖമാണ് തൊട്ടടുത്തുള്ള അല്ലാഹുവിൻ്റെ മലക്ക് കുളത്തുകൊണ്ട് വലിച്ചു കീറുന്നത്. എന്നാൽ അല്പസമയം കഴിഞ്ഞാൽ അത് പൂർണ്ണരൂപത്തിലേക്ക് മാറുന്നു. فهو رجل يكذب الكذبة فتنقل عنه حتى تبلغ الآفاق. فهو رجل يكذب الكذبة, ഇത് നുണ പറയുന്ന ഒരാളിന്റെ ഉദാഹരണമാണ് നബിയെ. ഇത് നുണ പറയുന്ന ആളാണ്, അയാളുടെ വായയാണ് കീറി മുറിക്കുന്നത്. فتنقل عنه حتى تبلغ الآفاق, ആ പറയുന്ന നുണ അയാളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ അയാളിൽ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നു. ആ നുണ ഒരു വഴിയിലേക്ക്, ഒരു സ്രോതസ്സിലേക്ക്, ഒരു മീഡിയയിലേക്ക് പ്രവേശിക്കുന്നു. ലോകത്തിന്റെ അഷ്ടദിക്കുകളിലും എത്തുന്ന വിധമുള്ള നുണ, ലോകത്തിന്റെ നാനാഭാഗത്തുമുള്ള ആളുകൾക്ക് ഇത് കാണാൻ പറ്റും. അങ്ങനത്തെ ഒരു നുണ സോഷ്യൽ മീഡിയയിലൂടെ നടക്കുള്ളൂ ഇന്ന്, അല്ലേ? ഒരാളുടെ പക്കൽ തെറ്റുണ്ടെങ്കിൽ പോലും ആ തെറ്റ് പരസ്യമായി പറയരുത് എന്നാണ് ശരിയാച്ച്. ആ മനുഷ്യൻ പരസ്യമായി തെറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ ഇത് പറയണം. നേരെ മറിച്ച് ഒരാളിൻ്റെ സ്വകാര്യ ജീവിതം, ഒരാൾക്ക് സംഭവിച്ച ഒരു അബദ്ധം, ഒരു തെറ്റ്, ഒരു പിഴവ്, അത് പൊതുമീഡിയയിൽ എടുത്തുകൊണ്ടല്ല ഒരു മനുഷ്യൻ അപമാനിക്കേണ്ടത്. അതൊന്ന് പലർക്കും അത് വലിയൊരു ഹോബിയാണ്. അതിന് കാത്തിരിക്കുകയാണ്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ, എന്തെങ്കിലും കുഴപ്പം കിട്ടാനുണ്ടോ, എന്തെങ്കിലും ഉണ്ടോ. ഫതബ്ലുഗുൽ ആഫാഖ് ഹത്താ തബ്ലുഗുൽ ആഫാഖ്, ആ വാക്കൊന്ന് നോക്കി നിങ്ങൾ. ലോകത്തിൻ്റെ ചക്രവാള സീമകളിലേക്ക് മുഴുവൻ ആ നുണയെത്തും. ഇത് പറയുമ്പോൾ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇൻ്റർനെറ്റില്ല, ഫോണില്ല. എങ്ങനെ ലോകത്തിൻ്റെ ഒരു മഹലിൽ മുഴുവെത്തുമോ? ഒരാൾ പറഞ്ഞാൽ, ഒരുത്തൻ പറയണം, ഞാൻ കേട്ടു പീഡികക്കൊലായിൽ ഇരുന്നിട്ട് പറയണത്, അല്ലേ? എന്നിട്ട് ആ ആൾ കേട്ടത് വേറെ ആൾ കേൾക്കണം. ഇങ്ങനെയല്ലേ സംഗതി പുറത്തെത്തുള്ളൂ. ഇന്ന് അങ്ങനെയാണോ? ലൈവ്, ഫേസ്ബുക്ക് ലൈവ്, വാട്സപ്പ് ലൈവ്, എന്നിട്ട് പറയാണ്. പച്ച നുണ പറയുക, ആരോപണങ്ങൾ ഉന്നയിക്കുക, കളവ് പറയുക. ആ കളവ് അയാളിൽ നിന്ന് എന്താ നഖൽ ചെയ്യപ്പെടാന്ന് പറഞ്ഞാൽ ഫോർവേഡ് ചെയ്യുക. അയാളിൽ നിന്നത് ഷെയർ ചെയ്യപ്പെടും. ഏതുവരെ? ഹത്താ തബ്ലുഗൽ ആഫാഖ്, ചക്രവാള സീമകളിലേക്ക് മുഴുവൻ. ഒരു സെക്കൻഡ് കൊണ്ട് ലോകത്തിൻ്റെ നാനാഭാഗത്തുമുള്ള ആളുകൾ ഇത് അറിയുകയാണ്. സുബ്ഹാനല്ലാഹ്. ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ?
എത്ര വലിയ പാതകമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന്. അള്ളാഹു സൽബുദ്ധി നൽകട്ടെ. അത്തരം വിഷയങ്ങളിൽ ഇടപെട്ട് തെറ്റുകൾ സംഭവിച്ചവർ പരസ്യമായിട്ട് തന്നെ മാപ്പ് പറഞ്ഞാലേ അള്ളാഹു ഓർക്കുള്ളൂ. സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും എനിക്കൊക്കെ ഒരുപാട് ആളുകൾ കാണാറുണ്ട് കേട്ടോ. ചില സമയത്ത് അവർ പറയും, നിങ്ങളെപ്പറ്റി ഒരുപാട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒരു കുഴപ്പമില്ല, അന്ന് പിന്നെ ഞങ്ങൾ മറ്റേ പാർട്ടിയിൽ ഭയങ്കര സജീവമായിരുന്നു, അപ്പോൾ നിങ്ങളൊക്കെ നല്ലോണം തിന്നിട്ടുണ്ട്. ഞാൻ ഒരു കുഴപ്പമില്ല. അങ്ങനെ തന്നെ പറഞ്ഞവരുണ്ട്. അവർ ആ സമയത്ത് ദേഷ്യം തോന്നിയേക്കാം, അങ്ങനെയാണല്ലോ. വെറുതെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, ആയിക്കോട്ടെ പൊരുത്തപ്പെട്ടിരിക്കുന്നു, ഇനി പറയാനുള്ളതും പൊരുത്തപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് വിടലാണ്. അങ്ങനെ എല്ലാവരും പൊരുത്തപ്പെട്ടോണമെന്ന് ഉണ്ടാവില്ല. നമ്മൾ ആരെപ്പറ്റിയാണോ പറയുന്നത് ആ മനുഷ്യൻ, നിങ്ങൾ ആരോടൊക്കെ എന്നെ പറ്റി പറഞ്ഞോ അവരോടൊക്കെ തിരുത്തിയാലേ ഞാൻ പൊരുത്തപ്പെട്ടിട്ടുള്ളൂ എന്നൊരാൾക്ക് പറയാൻ അവകാശമുണ്ട്. അങ്ങനെ വന്നാൽ കുടുങ്ങിപ്പോവും. ഇതാരോടൊക്കെ പറഞ്ഞെന്നറിയോ, എന്നാലേ ഞാൻ പൊരുത്തപ്പെടുള്ളൂ എന്നൊരാൾക്ക് പറയാം. അതുകൊണ്ട് നമ്മുടെ നാവ്, നമ്മൾ പറയുന്ന വാക്കുകൾ ശരിക്കും ശ്രദ്ധിച്ചോളി. ജറാഹത്തു സിനാനി ലഹൽ തിയാമു വലാ യൽതാമു മാ ജറഹൽ ലിസാനു. കുന്തത്തിൻ്റെ മുന കൊണ്ട് കുത്തി മുറിവേറ്റിയ ആ മുറിവ് മാറിയേക്കും, പക്ഷേ വാക്കുകളെ കൊണ്ട് വേദനിപ്പിച്ചത് നമ്മളെ കൽബിന്ന് മായൂല. എന്നാലും എന്നോടത് പറഞ്ഞില്ലേ, എന്നാലും അന്ന് എന്നെ അങ്ങനെയല്ലേ അവൾ പറഞ്ഞത്, അവന് പറഞ്ഞത് എന്ന് നമ്മുടെ കൽബിലേക്ക് ഇങ്ങനെ തേട്ടി വരും. സ്വാഭാവികമാണ്. അതൊക്കെ പുറത്തു കൊടുക്കാവുന്ന ഒരു വിശാല മനസ്കത മുഅ്മിനിന് വേണമെന്നാണ്. എന്നാൽ അള്ളാഹു നമുക്ക് പുറത്തു തരും. പക്ഷേ നീതി എന്ന് പറയുന്നതും ന്യായമെന്നതും ഒരു സംഗതിയാണ്. അതൊരാൾക്ക് അവകാശപ്പെടാം. ഞാൻ പൊരുത്തരണമെങ്കിൽ നീ ആരോടൊക്കെ എന്നെ പറ്റി പറഞ്ഞിട്ടുണ്ടോ അവരോടൊക്കെ പൊരുത്തപ്പെടിച്ചാലേ ഞാൻ പൊരുത്തപ്പെട്ടിട്ടുള്ളൂ എന്ന് ഒരാൾക്ക് വേണമെങ്കിൽ പറയാം. അയാൾക്ക് അവകാശമുണ്ട്. അല്ലെങ്കിൽ പറയാം ഞാൻ പൊരുത്തപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ലോകത്തിൻ്റെ നാനാഭാഗത്തും എത്തുന്നതാണിത്. കുറേ ഷെയറും ലൈക്കും കിട്ടുമ്പോഴേക്ക് തോന്നിയതൊക്കെ പറയുകയും വിളിച്ചു പറയുകയും ചെയ്ത് മനുഷ്യരെ അപമാനിക്കുന്ന ഈ പരിപാടി നിർത്തിയില്ലെങ്കിൽ അള്ളാഹിൻ്റെ കോടതിയിൽ നമ്മൾ പിടിക്കപ്പെടും. നമുക്ക് അവകാശങ്ങളോ നമുക്ക് ഹക്കോ ഉണ്ടായിരിക്കാം, അത് വേറെയാണ്. പക്ഷേ ഒരാളിനെ, ഒരു മനുഷ്യനെ അപമാനിക്കുന്നത് ഗുരുതരമായ തെറ്റാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വഅമ്മല്ലദീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോരയിൽ നീന്തുന്നൊരു മനുഷ്യൻ്റെ കഥ പറഞ്ഞു. ആ മനുഷ്യൻ ചോരപ്പുഴയുടെ മധ്യത്തിൽ നിൽക്കുന്നു. കരയിലേക്ക് വരണം, കരയിലേക്ക് അടുക്കാൻ കഴിയാതെ നീന്തി തളർന്ന് കര പിടിക്കാനെത്തുമ്പോൾ കരയിൽ നിൽക്കുന്നൊരു മനുഷ്യൻ വായയിലേക്ക് കല്ലുകൊണ്ടെറിയുന്നു. നിൽക്കാൻ പറ്റാതെ തിരിച്ചു പോവുകയാണ്. അങ്ങനെ നീന്തി തളരുകയാണ്, എന്നാൽ മുങ്ങി മരിക്കുന്നുമില്ല. തളർന്ന് കരയെടുക്കാൻ കഴിയാതെ കല്ലിൻ്റെ ഏറ് കെട്ടി നടക്കുന്ന ഈ മനുഷ്യർ ആരാണെന്ന് ഹബീബ് പറഞ്ഞു, ആഖിലുർ റിബാ, പലിശ തിന്നുന്നവരാണ് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പൈസ കൊടുത്തിട്ട് ഞാൻ 5 ലക്ഷം തരാം, നാളെ അടുത്ത ആഴ്ച തരുമ്പോൾ 5,10,000 തന്നേക്കണം. ബാങ്കുകളിലൂടെ നടക്കുന്ന പലിശ ഇടപാടുകൾ, പണയപ്പെടുത്തി പലിശ കൊടുക്കുന്നത് വാങ്ങിക്കുന്നത്. ഒരുപാട് പെണ്ണുങ്ങളും ആണുങ്ങളും നീന്താണ്ടാവും, ഉറപ്പാണ് ഇല്ലേ? ആർക്കെങ്കിലും വലിയ വിഷയമുണ്ടോ? എവിടെയാ പലിശ റേറ്റ് കുറവ്, എവിടെയാണെന്നാണ് നോക്കുക. പലിശ ഇല്ലാത്തതല്ല ആലോചിക്കണത്, റേറ്റ് എവിടെയാണ് കുറവ് എന്ന്. അപ്പം നമുക്കത് വിഷയമല്ല. അള്ളാഹു പറയും നിങ്ങളത് ചെയ്യരുത്. നമ്മൾ പറയാം കുറച്ചോനെ കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ കുറച്ച് ചെറിയ പെർസെൻറ്റേജ് കുറച്ച് പിടിച്ചിട്ട് കുഴപ്പമില്ലല്ലോ. പറ്റില്ല, ഹറാമാണ്. നമ്മുടെ വീട്ടിലൊക്കെ എങ്ങനെയാണ് ബറക്കത്തുണ്ടാവുക? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു ബാങ്കുമായി ഇടപാടുണ്ടോ, ജീവിതത്തിൽ ബറക്കത്തുണ്ടാവില്ല. അത് അടച്ച് തീരൂല എന്ന് മാത്രമല്ല, അത് തീരുന്നവരേക്കും പൈസക്ക് ഒരു ബറക്കത്ത് അല്ലാഹു തരൂല. നിങ്ങൾക്കൊക്കെ അനുഭവമായിരിക്കും അത് അല്ലേ? അത് അടച്ച് തീർക്കാതെ ചിലക്കൊക്കെ ബാങ്ക് പലിശയോ ഒരു ഏർപ്പാടോ ഇല്ലാതിരുന്നാൽ ഉറക്കം വരില്ല. അപ്പോൾ ഒരു വണ്ടം കൊണ്ടുപോയി എടുക്കും, അപ്പോൾ അടുത്ത കൊണ്ടുപോയി വെക്കും, വേറൊന്നും എടുക്കും, അടുത്ത കൊണ്ടുപോയി വെക്കും. എന്താ ആ ബാങ്കിൽ നിന്ന് ഇടക്കിടയ്ക്ക് കടലാസ് ഇങ്ങനെ വരാൻ നമുക്ക് ഉറക്കം വരില്ല, ശീലമായിപ്പോയി. വാഹനം അങ്ങനെ, കുട്ടികളെ പഠിപ്പിക്കുന്നത് ലോണ്, അങ്ങനെ ലോൺ എടുക്കുന്നു, വീടിൻ്റെ ലോണ്, കച്ചവടത്തിന് ലോണ്, എല്ലാറ്റിനും പലിശ നമുക്കൊരു വിഷയമേ അല്ലാതായി മാറിയിരിക്കുകയാണ്. മുഅ്മിനീങ്ങളായ ആളുകൾ, അല്ലാഹുവേ പലിശയില്ലാത്ത വഴിയിലൂടെ എനിക്ക് നീ പരിഹാരം തരയണമേ എന്ന് പ്രാർത്ഥിക്കണം. ഒന്ന് ദ്വാരക്കണം. നമ്മൾ ദ്വാരക്കുന്നുണ്ടോ? അങ്ങനെ ആലോചിക്കാറുണ്ടോ? ആരോട് ചോദിച്ചിട്ട് കിട്ടാനാ? നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? അള്ളാഹുവിനോട് പറയാൻ പറ്റുന്നൊരു കാരണം കയ്യിൽ വേണം. പഠിച്ചോനെ, ഞാൻ ഒരുപാട് മനുഷ്യന്മാരോട് ചെന്ന് ചോദിച്ചതാ, എനിക്കാരും തന്നിട്ടില്ല, പിന്നെ ഞാൻ മജ്ബൂറാണ്, എൻ്റെ കുട്ടിനെ കെട്ടിക്കണ്ടേ, ഒരു കല്യാണം ഒത്തു വന്നതാ, ഞാൻ എന്ത് ചെയ്യും റബ്ബേ എന്ന് അള്ളാഹുവിനോട് പറയാനൊരു കാരണമുണ്ടെങ്കിൽ ഓക്കെ. അല്ലെങ്കിൽ പറ്റില്ല മുഅ്മിനേ, നമുക്ക് പറ്റൂല. ആഖിലുർ റിബ,
ചോര ഒഴുകുന്ന പുഴയിലൂടെ നീന്തി തളർന്ന് കരയെടുക്കാൻ കഴിയാതെ വീണ്ടും എറിയുകയാണ്. ഇങ്ങനെ കരയെടുക്കാൻ കഴിയാതെ ഓടി തളർന്ന് വീണ്ടും കരയിലെടുക്കാൻ കഴിയാതെ മരണത്തെ മുഖാമുഖം കാണുന്ന ഒരുപാട് ആണുങ്ങളും ഒരുപാട് പെണ്ണുങ്ങളുമുണ്ട്. അറിയണമേ, നമ്മുടെ വീട്ടിലെ കുട്ടികളുടെ പാദസരവും മാലയും വളയും എടുത്തിട്ട് പലിശ തരുന്നവൻ്റെ കയ്യിൽ കൊണ്ടുപോയി ഇതിന് പലിശ എത്ര പൈസയാണ് നിങ്ങൾക്ക് തരാൻ പറ്റുക എന്ന് ചോദിച്ച് ആർഭാടത്തിന് വേണ്ടി, അനാവശ്യങ്ങൾക്ക് വേണ്ടി, അത്യാവശ്യങ്ങൾക്ക് വേണ്ടി കുടുങ്ങിപ്പോകുന്ന ഒരവസ്ഥയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. അത് അവർക്കും അല്ലാഹുക്കും അറിയാം. അല്ലാതെ നിസ്സാരമായ ഏത് വിഷയത്തിനും പലിശ ഇടപാടുകൾ, അത്തരം ആളുകൾ ഇതുപോലെയുള്ള അദാബിലാണ് പെടുന്നത് എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിയൊരു തന്തൂരി അടുപ്പിനെ കുറിച്ച് പറഞ്ഞു. നമ്മൾ നരകത്തിൻ്റെ ഒരു അടുപ്പാണത്. താഴ്ഭാഗം മുഴുവനും വിശാലം, അതിൻ്റെ മേൽഭാഗം വളരെ നേർത്തത്. പുണ്യനബി ഞങ്ങൾക്കത് കാണിക്കപ്പെട്ടു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ് അവരെന്നറിയുമോ? ഫഹുമുസ്സുനാതു വസ്സവാനി യുസ്നഉ ബിഹിം ദാലിക ഇലാ യൗമിൽ ഖിയാമ. വ്യഭിചാരം ചെയ്ത ആണുങ്ങളും പെണ്ണുങ്ങളുമാണവർ. വ്യഭിചാരികളായ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും അല്ലാഹു ഇതുപോലെയാണ് ശിക്ഷിക്കുന്നത് ഖിയാമത്ത് നാൾ നടക്കുന്നത് വരെ. എന്ന് പറഞ്ഞാൽ ഖബറിൻ്റെ ലോകത്ത് നടക്കുന്ന ശിക്ഷകളെ കുറിച്ചാണ് ഈ പറയുന്നത്. ഈ പുഴയിലെ ഈ അദാബ് ഖബർ ജീവിതം കഴിയുന്നത് വരെയുള്ള അദാബാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നരകത്തിൻ്റെ അദാബിലേക്ക് പ്രവേശിക്കേണ്ടി വരും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് തൗബ ചെയ്തോളൂ. പടച്ചവനെ, അങ്ങനെ ലോണും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും ആരും ഇത്ര കാര്യമാക്കിയിട്ടില്ല. പള്ളിയിലെ ഉസ്താദും ചെയ്യുന്നില്ല, മദ്രസയിലെ ഉസ്താദും, അങ്ങനെയൊക്കെ ആൾക്കാർ പറയാം. അവരുടെ ഹിസാബ് അവരും പടച്ചവർ മുഴുവൻ ചെയ്തു വിചാരിക്കുക. സംഗതി ഹലാലാവോ? നാട്ടുകാർ മുഴുവൻ കുടിക്കാൻ തുടങ്ങി, കള്ള ഹലാലാവോ? ആവോ? ഇല്ല. ശറഉണ്ട് നമ്മുടെ മുമ്പിൽ. കിതാബ് അല്ലാഹി വ സുന്നത്ത് റസൂലിഹി, ഹബീബായ നബിയുടെ സുന്നത്തും അള്ളാഹുവിൻ്റെ കിതാബും നമ്മുടെ മുമ്പിലുണ്ട്. അതിനനുചിതമായി അനുസൃതമായി വരുന്നതേ ശരീഅത്താവുന്നുള്ളൂ. ഹബീബായ നബി തങ്ങളുടെ അധ്യാപനങ്ങൾക്ക് വിരുദ്ധമായത് ആര് ലോകം മുഴുവൻ ചെയ്താലും ഒരു മുഅ്മിനായ മനുഷ്യൻ ഒറ്റക്കാണെങ്കിലും ശരീഅത്തനുസരിച്ച് ജീവിക്കാൻ ബാധ്യസ്ഥനാണ്. നബിയേ ലാ തുകല്ലഫു ഇല്ലാ നഫ്സക്. ഹബീബായ നബിയേ, ജനങ്ങളാരും അങ്ങ് പറയുന്നത് കേട്ടില്ല എന്ന് വിചാരിക്കുക. അങ്ങ് ആ പറഞ്ഞ പോലെ ജീവിക്കൽ അങ്ങേക്ക് നിർബന്ധമാണ്. ഖുർആൻ പറയാൻ, ലാ തസ്തവിൽ ഹസനതു വല സയ്യിഅ. ഒരിക്കലും തിന്മയും നന്മയും ഒരുപോലെയല്ല. ഖബീസും ഖൈറും ഒരുപോലെയല്ല. തിന്മയും നന്മയും ഒരുപോലെയല്ല. വലോ അഅജബത്ക കസറത്തുൽ ഖബീസ്. തിന്മകളുടെ ബാഹുല്യം കാണുമ്പോൾ, എല്ലാവരും തെറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നിയേക്കാം. ഇത് കുറച്ച് ആൾക്കാരല്ലേ ഇങ്ങനെ ചെയ്യുന്നുള്ളൂ, ബാക്കി എല്ലാവരും ഇങ്ങനെ തന്നെയല്ലേ, ഓല് പറയല്ലേ ഉള്ളൂ, ഓലുണ്ടാവൂല, ഇങ്ങനെയൊക്കെ മനുഷ്യന്മാർ പറയാം. സുബ്ഹാനല്ലാഹ്, നിങ്ങളുടെ ഹിസാബ് നിങ്ങളും പടച്ചവനും തമ്മിലാണ്. അത് നോക്കിക്കോളൂ. നാട്ടുകാർ ഓല് നോക്കിക്കോളും, ഉസ്താദന്മാരത് ഓര് നോക്കിക്കോളും. നമ്മുടെ ഹിസാബ് നമ്മൾ ശരിയാക്കേണ്ടി വരും. അല്ലാഹു തആല നമുക്ക് നാളെ രക്ഷപ്പെടാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ കളിഞ്ചിരിയൊക്കെ ഇവിടെ തീർന്ന് അവസാനിക്കുന്ന ഒരു ലോകമാണിത്. കാര്യത്തിലേക്ക് കടക്കാൻ ഒരുപക്ഷെ ഒരു സെക്കൻഡ്, ഒരു നിമിഷമേ വേണ്ടൂ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് തിരിക്കാൻ. പടച്ച റബ്ബ് നമ്മളെ കാക്കട്ടെ. അള്ളാഹു നമുക്ക് ഖൈർ ചെയ്യട്ടെ. നമ്മുടെ ഈ പരിപാടി നമ്മുടെ മുനവ്വിറുൽ ഇസ്ലാം മദ്രസയുടെ ഒരു പുനരുദ്ധാരണ പരിപാടി നടക്കുകയാണ് ഇവിടെ. നമ്മുടെ മദ്രസ വളരെ പരിമിതമായ സൗകര്യത്തിലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ഒരു 4120 സ്ക്വയർ ഫീറ്റുള്ള, അതും വലിയൊരു കെട്ടിടം നല്ലത്, 2 നില ഒരു കൊച്ചു കെട്ടിടത്തിലേക്ക് നമുക്കതിനെ മാറ്റേണ്ടതുണ്ട്. ഇപ്പോൾ വളരെ ചെറിയ സൗകര്യമുള്ളൂ. 140-ലേറെ കുട്ടികൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ മദ്രസയിൽ. മുമ്പാകെ 40-50 കുട്ടികളുള്ളായിരുന്നു. അപ്പോൾ ഇവർക്ക് സൗകര്യമില്ല, ചോർന്നൊലിക്കുകയാണ്. ഉസ്താദന്മാരൊക്കെ മഴയത്താണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ കെട്ടിടത്തിന് പ്ലാൻ ആയിട്ടുണ്ട്. ഈ ഒരു പരിപാടിയിൽ സുമനസ്സുകളായി നിങ്ങളൊക്കെ വന്നിരിക്കല്ലേ. ഇതൊരു ജാരിയായ സ്വതക്കയാണ്. ഞാൻ പിരിവൊന്നും ചെയ്യല്ല, പക്ഷേ കാര്യം പറഞ്ഞുതരാൻ അത് നിങ്ങൾക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ നമ്മൾ മരിച്ചുപോയ ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി, ഇനി ജീവിച്ചിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ഖൈറുണ്ടാകാൻ വേണ്ടി, നമ്മുടെ വീട്ടുകാർക്ക് ഖൈറുണ്ടാവാൻ വേണ്ടി, നമ്മുടെ ഉമ്മയോ വാപ്പയോ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ, ഉമ്മയോ വാപ്പയോ മരിച്ചു പോയവരും കൈപ്പൊക്കിയാട്ടെ. സദസ്സിലുള്ള ഒരു ഉമ്മയോ വാപ്പയോ, 2-ൽ-1 ആരെങ്കിലും 2 പേരോ, യാ അല്ലാഹ്, ഒരുപാട് ആളുകൾ ഉമ്മയുടെ വാപ്പയുടെ മരണശേഷം ഒരു 1/2 സെൻറ്റ് ഭൂമിയെങ്കിലും നമുക്ക് കിട്ടിയിട്ടുണ്ടാവില്ലേ അനന്തരമായിട്ട്? ഒന്നും കിട്ടാതെ ഉമ്മ വാപ്പ മരിച്ചു പോയിട്ട് ഒരു ഇഞ്ച് ഭൂമി പോലും അനന്തരം, ഒന്നുപോലും 5 പൈസ അനന്തരം കിട്ടിയിട്ടില്ല എന്നുള്ളവർ കൈപ്പൊക്കിയാട്ടെ. ഇവിടെ ഉമ്മി വാപ്പി മരിച്ചു, 5 പൈസ കിട്ടിയില്ല, ഒറ്റൊരാൾ മാത്രം അവിടെ ഉണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് ഖൈറ് ചെയ്യട്ടെ. തരാൻ ആ മാതാപിതാക്കൾക്ക് ഇല്ലാതെ പോയി അല്ലേ, അതായിരിക്കും അതിൻ്റെ കാരണം. അപ്പം നമ്മളൊക്കെ
നമ്മുടെ ഉമ്മയും വാപ്പയും അവരനുഭവിക്കാതെ എടുത്തു വെച്ച് പിശുക്കി വെച്ചു എന്നൊക്കെ നമുക്ക് തോന്നുകയേക്കാം. അപ്പോൾ ഇതെൻ്റെ മക്കൾക്കുള്ളതാണ്, മകൻ്റെ വീട് പണി ഉണ്ടാകുമ്പോൾ ഇത് കൊടുക്കണം, അവൻ്റെ മകളെ കെട്ടിക്കുമ്പോൾ കൊടുക്കണം എന്ന് പറഞ്ഞ് എടുത്തു വെച്ച ഉപ്പമാർ അവർക്ക് കിട്ടുന്നതിൽ നിന്ന് മെല്ലെ 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 മാറ്റിവെക്കും 100, 200 ആയിട്ട്. എന്തേ മോനെ, നിൻ്റെ വീട് പണി നടക്കല്ലേ, ഇത് ഉമ്മാൻ്റെ വകയാണ്. മോനെ, വാപ്പാക്കൊന്നും തരാനില്ല, പക്ഷെ നീ തന്ന പൈസയിൽ നിന്ന് ഞാൻ ഇങ്ങനെ എടുത്തു വെച്ചതാണ്, ഇത് നിനക്ക് വേണ്ടി, നിൻ്റെ വീട് പണിക്ക് വാപ്പാൻ്റെ വക, ഒരു 5000 റുപ്യ ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് ഒന്നും ആയിട്ടല്ല, പക്ഷെ അതൊരു ബറക്കത്ത്, അവർ ചെയ്തൊരു സന്തോഷമല്ലേ അത്. അവരിന്ന് മരിച്ചു കിടക്കുകയാണ്. അവരുടെ ഖബറിലേക്ക് റബ്ബേ അവർക്കൊരു വെളിച്ചമായി സ്വതക്കയായി അവരിന്ന് പറ്റിപ്പോയ തെറ്റുകൾക്ക് എന്തെങ്കിലും അദാബ് ഖബറിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ടെങ്കിൽ പടച്ച റബ്ബേ നീ അതില്ലായ്മ ചെയ്യണമേ എൻ്റെ ഈ സ്വതക്ക കൊണ്ട് എന്ന് നിയ്യത്ത് ചെയ്താൽ കൊടുക്കുന്ന നിങ്ങൾക്കും അവിടെ കിടക്കുന്ന ഉപ്പയ്ക്കും ഉമ്മക്കും ഖബറിലേക്ക് നൂറായി അള്ളാഹു തരും. നോക്കണം, അള്ളാഹുവിൻ്റെ രീതി എങ്ങനെയാണ്. കൊടുക്കുന്ന ആൾ മാത്രമല്ല, അയാൾ ആർക്കൊക്കെ വേണ്ടി നിയ്യത്ത് ചെയ്യുന്നുണ്ടോ അവർക്കൊക്കെ കിട്ടും. ഒരു സ്ക്വയർ ഫുറ്റിന് 1700 രൂപയാണ്. അങ്ങനത്തെ 4000 സ്ക്വയർ ഫീറ്റ് മൊത്തം 50 ലക്ഷത്തിൻ്റെ പ്ലാനാണിത്. അപ്പോൾ സ്വന്തം ഉമ്മയ്ക്ക് വേണ്ടി ഉപ്പയ്ക്ക് വേണ്ടി ഒരു 10 സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ ഒരു 100 അല്ലെങ്കിൽ 5 ഒരു സ്ക്വയർ ഫീറ്റെങ്കിലും 1700 രൂപ. 1700 രൂപ ഒരു കൊല്ലം കൊണ്ട് കൊടുക്കാൻ പറ്റാത്തവരാരെങ്കിലും സദസ്സിലുണ്ടാവുമോ? ഞാൻ ചോദിക്കുകയാണ്, മനസ്സിൽ ഇത് നിങ്ങൾക്കുള്ള കേട്ടോ. അവനവൻ്റെ സ്വന്തം അക്കൗണ്ടിലേക്ക് പൈസ ഇടുമ്പോൾ ആരെങ്കിലും പേടിക്കാറുണ്ടോ? നിങ്ങൾക്കുള്ള തന്നെയല്ലേ, വേണോ വേണ്ടെന്ന് ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? നമ്മൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് ചെയ്യുന്ന ഒരു അമലാണിത്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ആളുകളെ ഞാൻ വളരെ കുറഞ്ഞ സമയം 2 മിനിറ്റ് സമയം ഇതിന് ചിലവഴിക്കുള്ളൂ. നമ്മുടെ സംഘാടകർ നിങ്ങളെ സമീപിക്കും. ഒരു സ്ക്വയർ ഫീറ്റ് 1700 രൂപ നമ്മുടെ ഈ മദ്രസയ്ക്ക് വേണ്ടി കൊടുക്കാൻ മനസ്സുകൊണ്ട് നിയ്യത്ത് ചെയ്ത ആളുകൾ, അത് ഒന്ന് നാക്കണ്ട കേട്ടോ. ഞാൻ ഒന്ന് ഏറ്റവും കുറച്ച് പറഞ്ഞതാണ്. അത് 10, 50, 100 പറ്റുന്നവർ അങ്ങനെ തന്നെ ചെയ്യണം. നിങ്ങളുടെ കഴിവ് അല്ലാഹ്ക്കേ അറിയുള്ളൂ കേട്ടോ. സബഖ ദിർഹമുൻ അൽഫ ദിർഹമിൻ, ലക്ഷക്കണക്കിന് ദിർഹം എന്ന് 1000 ദിർഹം കൊടുത്ത ആളുടെ കൂലിയേക്കാളും 2 ദിർഹമിൽ നിന്ന് 1 ദിർഹം കൊടുത്താക്കുള്ള കൂലി കൊടുത്തു എന്ന് മഹാനായ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നമുക്ക് വേണ്ടിയും മക്കൾക്ക് വേണ്ടിയും മരിച്ചുപോയവരാരെങ്ങനെ അവരുടെ ഖബറിലേക്ക് നൂറായി കിട്ടാൻ വേണ്ടിയും നിയ്യത്ത് ചെയ്യാം. നിയ്യത്ത് വളരെ പ്രാധാന്യമുള്ളതാണ്. അത് മാത്രം കരുതിയിട്ട് ഈ മദ്രസയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഞാൻ 1 സ്ക്വയർ ഫുറ്റ് കൊടുക്കാൻ തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 3, ഒന്നോ അതിലേറെയോ, നിങ്ങൾ എത്രയാണെങ്കിലും കുഴപ്പമില്ല. ഒന്ന് കൈപൊക്കിയട്ടെ, നിങ്ങൾ കൈപൊക്കിയാൽ മതി. മാഷാ അല്ലാഹ്, നിങ്ങൾ കൈപൊക്കി നിൽക്കണേ. ഞാൻ 3 സ്വലാത്ത് ചൊല്ലാം, അതിനിടയ്ക്ക് പറ്റുന്നവരൊക്കെ കൈപൊക്കി. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാഷാ അല്ലാഹ്. 1700 രൂപ ഒരു കൊല്ലത്തിനിടക്ക് കൊടുക്കാൻ പറ്റാത്ത ആളുകളാണ് ബാക്കിയിരിക്കുന്നവർ. അല്ലെങ്കിൽ നമുക്കതിന് ആവശ്യമില്ല എന്ന് വിചാരിച്ചവരായിരിക്കാം, അല്ലെങ്കിൽ ഇല്ലാത്ത പ്രയാസത്തിലായിരിക്കാം. നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ, നിങ്ങൾ ആരെയും ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. അൽഹംദുലില്ലാഹ്, ആ നിയ്യത്ത് ചെയ്ത ആളുകൾക്ക് അല്ലാഹുവേ നീ വലിയ പ്രതിഫലം കൊടുക്കണേ പടച്ചവനെ. അവരുടെ മനസ്സിലെ നിയ്യത്തുകളെ നീ പൂർത്തിയാക്കി കൊടുക്കണേ പടച്ചവനെ. അല്ലാഹുവേ നീ അതവരെ നിന്ന് കബൂൽ ചെയ്യണമേ റബ്ബേ. ഇനി കൈ ഉയർത്താൻ മടിച്ചതാണ് എങ്കിൽ നമ്മുടെ പ്രവർത്തകന്മാർ മുമ്പിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ പേരും നിങ്ങളുടെ ഫോൺ നമ്പറും മാത്രം ഇപ്പോൾ കൊടുക്കുക. പിന്നെ അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നു. നിങ്ങൾ ഇൻഷാ അല്ലാഹ് 1 വർഷത്തിനിടക്ക് കൊടുത്താൽ മതി. ചെറിയൊരു 1700 രൂപയാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. 1700 രൂപ, 2000-ൽ കുറവ്, ഒരു കൊല്ലം കൊണ്ട് കൊടുത്താൽ മതി. പറ്റുന്നതിന് പെട്ടെന്ന് കൊടുത്താൽ നമുക്ക് പണി പെട്ടെന്ന് തുടങ്ങാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നിയ്യത്തുകളെ സ്വീകരിക്കട്ടെ. ആമീൻ. ഒന്ന് എഴുന്നേറ്റ് 3 സ്വലാത്ത് ചൊല്ലിയിരിക്കും. صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരു സ്വതക്ക നമ്മൾ കൊടുക്കണം എന്ന് നിയ്യത്ത് വെക്കുമ്പോഴേക്കും 70 ശൈത്താന്മാർ കൽബിലേക്ക് കയറി, കൊടുക്കല്ലേ ആ പൈസ, നാളെ അവിടെ കൊടുക്കണ്ടേ, ഇവിടെ കൊടുക്കണ്ടേ, അവിടെ നിന്റെ പൈസ തീരൂലേ എന്ന് പറഞ്ഞ് പഴപ്പിക്കുന്ന 70 വസ്വാസുകൾ വരുന്നതാണ്. മുഅ്മിനായ മനുഷ്യൻ ഒറ്റയടിക്ക് അല്ലാഹുവിനെ നിയ്യത്ത് ചെയ്തു ഇങ്ങനെ പറയാം. അതുകൊണ്ട് ഞാൻ വിചാരിച്ചത് കുട്ടികളല്ലാത്ത എല്ലാവരും കൈപൊക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ കൈപൊക്കാൻ മടിച്ചത് കൊണ്ടായിരിക്കും എന്നാണ് വിചാരിച്ചത്. 5 മാപ്പാനിമാൻ്റെ പേരിൽ 5 സ്ക്വയർ ഫീറ്റ് ഹുസൻകുട്ടി മാഷ് അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. ഇവിടെ മരിച്ചുപോയ ഉപ്പയുടെയും ഉമ്മയുടെയും ഖബറിടത്തിലേക്ക് അള്ളാഹു ഒരു പ്രകാശമായി എത്തിച്ചു കൊടുക്കട്ടെ.
100 സ്ക്വയർ ഫീറ്റ് മാഷാ അല്ലാഹ്. നമ്മുടെ ആജിക്ക ഖാലിദ് ഹാജി ഉമ്മയുടെയും ഉപ്പയുടെയും പേരിൽ 100 സ്ക്വയർ ഫീറ്റ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അല്ലാഹു സ്വീകരിക്കട്ടെ. ഉസ്താദ് പോവുകയാണെന്ന് പറഞ്ഞ മദാരി ഉസ്താദ് ഉപ്പയുടെ പേരിൽ 5 സ്ക്വയർ ഫീറ്റ് മാഷാ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു ആ ഉപ്പക്ക് ബിർറ് ചെയ്ത മോനായ റബ്ബ് സ്വീകരിക്കട്ടെ. ഉപ്പയുടെ ഖബറിലേക്ക് അത് എത്തിച്ചു കൊടുക്കട്ടെ. അല്ലാഹു അതിൻ്റെ ഖൈറ് അവർക്ക് കുടുംബത്തിനും ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു നൽകട്ടെ. നമ്മൾ പറഞ്ഞ് കൈ പൊക്കിയിട്ടില്ലെങ്കിലും നമ്മുടെ പ്രവർത്തകർ വരുമ്പോഴേ നിങ്ങളുടെ മനസ്സിപ്പം മാറിയിട്ടുണ്ടെങ്കിൽ ഒന്ന് പേര് നമ്പറും കൊടുത്തേക്കണേ ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല ഖൈറ് ചെയ്യട്ടെ. ആമീൻ. ഒരു വലിയൊരു ബാധ്യതയല്ല നിങ്ങളോട് പറഞ്ഞത് എന്ന് വിചാരിക്കുന്നു. ഒരു കൊല്ലത്തിനിടെ കൊടുത്താൽ മതി, പിന്നെ ഇപ്പം എത്രയാണ്, വലിയ ബുദ്ധിമുട്ടാവില്ലല്ലോ ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമ്മുടെ സമ്പത്തിൽ വർധനവ് തരും, ദുന്യാവിൽ തന്നെ തരും. അങ്ങനെയാണ് പറഞ്ഞത്, ദുന്യാവിൽ തന്നെ തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തിന് മുമ്പ് ദുന്യാവിലും നാളെ പരലോകത്തും അല്ലാഹു നമ്മുടെ നന്മകൾക്ക് കൂലി നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്, നീണ്ട ഒരു മനുഷ്യനെ കണ്ടു സയ്യിദുനാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബുനാ റസൂലുള്ളാഹ്. ആ ഒരു സ്വപ്നം പുണ്യ നബി തങ്ങൾ പറഞ്ഞപ്പോഴേ പറഞ്ഞു, വലിയ നീളമുള്ള ഒരാൾ, അവരുടെ തൂലുൻ ലാ അഖാദു അറാ റഅസഹു മിൻ തൂലിഹി, നീളം കാരണം തല ഞാൻ ശരിക്കും കാണുന്നില്ല, അത്രയും നീളമുള്ള ഒരാളെ ഞാൻ കണ്ടു. ആയിരക്കണക്കിന് പിഞ്ചുമക്കൾ ആ മഹാന്റെ കൂടെയുണ്ട്. അതാരാണെന്നറിയുമോ? ദുനിയാവിൽ കുഞ്ഞുങ്ങളായി മരിച്ചു പോകുന്ന പിഞ്ചുമക്കൾ. അത് ഗസയിലെ, ഫലസ്തീനിലെ ബോംബിനാൽ ജീവൻ നഷ്ടപ്പെടുന്ന പിഞ്ചു പൈതങ്ങളടക്കം. നമ്മുടെ ഹോസ്പിറ്റലുകളിൽ പ്രസവിച്ച ഉടനെയോ അല്ലാതെയോ കൊച്ചുപ്രായത്തിൽ പ്രായപൂർത്തിയാവുന്നതിൻ്റെ മുമ്പ് മരിച്ചു പോകുന്ന മക്കളൊക്കെ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ കൂടെയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ് അവരെ പരിപാലിക്കുന്നത്. ആ കുഞ്ഞുങ്ങൾക്ക് ഉപ്പയുണ്ടോ ഉമ്മയുണ്ടോ എന്ന് ആശങ്കപ്പെടുമ്പോൾ, അല്ലാഹുവേ, വാപ്പയായ ഞാനോ എൻ്റെ ഭാര്യ അവൻ്റെ ഉമ്മയാണ്, ആ കുഞ്ഞിൻ്റെ ഉമ്മയാണ് അവളോ, കാണിക്കുന്ന സ്നേഹത്തെക്കാൾ അതിഥികളോട് ഇത്രമേൽ സ്നേഹമുണ്ടായിരുന്ന ഒരു പ്രവാചകൻ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ അരികത്തേക്കാണ് ഈ മക്കൾ പോകുന്നത്. പിന്നെ എന്തിന് വിഷമിക്കണം? ദുഃഖമുണ്ടാവും, ശരിയാണ്. നമ്മുടെ മക്കൾ എത്തിച്ചേരുന്നത് ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ അരികത്തേക്കാണ്. ഇബ്രാഹിം നബിനെ ഓർക്കാതെ നിസ്കരിക്കാൻ പറ്റുമോ? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് وعلى آل سيدنا محمد كما صليت على سيدنا إبراهيم وعلى آل سيدنا إبراهيم وبارك على سيدنا محمد സ്വലാത്തും സലാമും പറയുമ്പോൾ, തബ്രീക്ക് ചെയ്യുമ്പോൾ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പറയാതെ നമുക്ക് നിസ്കരിക്കാൻ പോലും കഴിയില്ല. ആ മഹാനായ പ്രവാചകൻ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടവരാണ്. നമ്മുടെ കുടുംബത്തിനൊക്കെ മക്കൾ മരിച്ചു പോയിട്ടുണ്ടാവും. അതൊക്കെ വലിയ സങ്കടമാണ്, അള്ളാഹു നൽകുന്ന പരീക്ഷണമാണ്. റബ്ബേ, നീ കൊണ്ടുപോയത് നിന്റെ ഇഷ്ടപ്പെട്ട ദൂതനും ഞങ്ങളുടെ പ്രവാചകരുടെ അഷ്റഫുൽ ഖൽഖിന്റെ വല്ലിപ്പയുമായ നിന്റെ ഖലീലുർ റഹ്മാൻ ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ അരികത്തേക്കാണല്ലോ. അത് ഓർക്കുമ്പോൾ നമുക്ക് സമാധാനിക്കാൻ പറ്റും. മക്കളൊക്കെ ഇവിടെയുണ്ട്. സ്വർഗലോകത്ത് മക്കളുടെ കാര്യം നോക്കുന്ന കൊച്ചുമക്കളുടെ കെയർ ടേക്കറാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. ആ മക്കളെ നോക്കുകയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇപ്പോൾ ചെയ്യുന്നത്. യാ അല്ലാഹ്. പുണ്യനബി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങളെ അവിടുന്ന് കൊണ്ടുപോയി വിവിധങ്ങളായ കാഴ്ചകൾ കാണിച്ചു കൊടുത്തു. ഹബീബായ നബി തങ്ങൾ ചില ആളുകളെ കണ്ടു. അവരുടെ മുഖം പകുതി സുന്ദരമാണ്, പകുതി വികൃതമാണ്. ആരാണിവർ, എന്താണ് ഇവർക്ക് പറ്റിയത് എന്ന് ചോദിച്ചു. അതിന് വിവരണം നബി തങ്ങൾ മറ്റൊരു ഹദീസിൽ പറയുന്നുണ്ട്. അവർ സൽക്കർമ്മങ്ങൾ ഒരുപാട് ചെയ്തവരാണ്, എന്നാൽ അതോടൊപ്പം തന്നെ തിന്മകളും കൂടെ ചെയ്തവരാണ്. അമലും സ്വാലിഹ്, സൽക്കർമ്മങ്ങളുണ്ട്. വഖലത അമലൻ ഗൈറ ദാലിക്, നന്മയും സ്വലാത്തും ദിക്റൊക്കെ ചൊല്ലും, മോശപ്പെട്ട വീഡിയോ നോക്കുകയും ചെയ്യും, മോശപ്പെട്ട ചിത്രങ്ങൾ കാണും, മോശപ്പെട്ടത് കണ്ണുകൊണ്ട് കാണും, പറയും. അപ്പോൾ അതിലും പോയിരിക്കും. ഇനിയിപ്പോൾ സിനിമ ഇവിടെ ഒരു ഡിസ്കോ ഡാൻസ് നടക്കുകയാണെങ്കിൽ അതിലും ഗാലറിയിൽ ഉണ്ടാവും. അങ്ങനത്തെ ആൾക്കാരുണ്ട്. ഒരു പള്ളിയിലും കാണും, ഖിയാമുല്ലയിലും ഉണ്ടാകും, ഗാനമേളക്കുണ്ടാവും. മുമ്പ് തന്നെ എല്ലാറ്റിലും ഞങ്ങൾ എല്ലായിടത്തും ഉണ്ടാവുന്ന ഒരു മുഖത്തിൻ്റെ ഒരു ഭാഗം വികൃതവും ഒരു ഭാഗം ഭംഗിയുള്ളതുമായിട്ടാണ് അവർ പരലോകത്തേക്ക് ആനയിക്കപ്പെടുന്നത് എന്ന് നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളങ്ങനെയല്ല. നമ്മൾ നന്മയുടെ കൂടെയാണ്, നമ്മൾ ധർമ്മത്തിൻ്റെ കൂടെയാണ്, സത്യത്തിൻ്റെ കൂടെയാണ്. അള്ളാഹു ഇഷ്ടമുള്ളതെന്തോ അതിൻ്റെ കൂടെയാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് ദുരാചാരങ്ങളോ ദുർനടപ്പുകളോ നമ്മുടെ ചര്യയല്ല. അതിന് പോകേണ്ടവർ പോയിക്കോട്ടെ, നമ്മളതിനുണ്ടാവരുത്. അള്ളാഹു നമ്മളെ കാണരുത് എന്ന് പറഞ്ഞിടത്ത് നമ്മൾ ഉണ്ടാകരുത്.
അള്ളാഹ് നമ്മൾ വേണം എന്ന് പറഞ്ഞെടുത്ത് നമ്മൾ ഉണ്ടായിരിക്കുകയും വേണം. അതാണ് തഖ്വ, അതാണ് ഈമാൻ. ചെറുപ്പക്കാർ, നമ്മുടെ വിദ്യാർത്ഥിനികളെ സൂക്ഷിക്കണേ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്, അല്ലാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വർഗ്ഗലോകത്തിൻ്റെ കൊട്ടാരം കാണിച്ചു കൊടുത്തു. ഇന്നലെ നമ്മൾ ഹദീത്ത് പറഞ്ഞിരുന്നു, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കൊട്ടാരം നബി തങ്ങൾ കണ്ടു. അതിൻ്റെ മുമ്പിൽ ഹൂരിയായ ഒരു പെൺകുട്ടി വദു എടുക്കുന്നതും കണ്ടു എന്ന് ഞങ്ങൾ പറഞ്ഞു. ഉമറേ, എനിക്കൊന്ന് തോന്നി ആ വീട്ടിലേക്ക്, കൊട്ടാരത്തിലേക്കൊന്ന് കയറി അതിൻ്റെ ഉള്ളക്കൊന്ന് കണ്ടാലോ എന്ന് തോന്നി. അപ്പോഴാണ് ഉമറേ, നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടുകാരും കാണുന്നൊന്നും ഇഷ്ടമല്ലല്ലോ. നിങ്ങളുടെ വീട്ടുകാരെ, പെണ്ണുങ്ങളെ അത്രയും അച്ചടക്കത്തിലല്ലേ നിങ്ങൾ നോക്കുന്നത്? നിങ്ങളുടെ വീടിൻ്റെ സ്വകാര്യത, നിങ്ങളുടെ വീട് തന്നെ ഒരാൾ കാണുന്നത് ഒരാൾക്കും ഇഷ്ടമല്ലല്ലോ, നിങ്ങൾക്ക് ഇഷ്ടമല്ലല്ലോ. അതുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഉമർ എന്നവർ, അലൈക അഗാറു യാ റസൂലല്ലാഹ്, നബിയെ അങ്ങയോട് ഞാൻ അങ്ങനെ ദേഷ്യപ്പെടുവന്, അങ്ങ് കയറി നോക്കിക്കൂടായിരുന്നോ നബിയെ എന്ന് ചോദിച്ചു ഫാറൂഖ് റളിയല്ലാഹു അൻഹു. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്റാഹ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ അരികത്ത് പിഞ്ചുമക്കളെ കണ്ടപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഇത് മുഅ്മിനീങ്ങളായ അല്ലാഹുവിൽ വിശ്വസിക്കുന്ന ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും മക്കളാണിത്. അവർ ചോദിച്ചു, നബിയേ വ ഔലാദുൽ മുശ്രിക്കീൻ, എന്നാൽ അവിശ്വാസികളായ ആളുകളുടെ മക്കളോ, അവരുടെ അവസ്ഥ എന്താണ്? അവിശ്വാസികളായ ആളുടെ അവസ്ഥ എന്താണ്? അവരുടെ മക്കളുണ്ടാവില്ല, ചെറിയ മക്കള്, അവരെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നോക്കുമോ എന്ന് ചോദിച്ചപ്പോൾ നബി തങ്ങളുടെ മറുപടി നോക്കണേ, വ ഔലാദുൽ മുശ്രിക്കീൻ. അതെ, മാതാപിതാക്കൾ ബഹുദൈവാരാധകരോ നിരീശ്വരവാദികളോ നാസ്തികരോ സന്ദേഹവാദികളോ എന്തോ ആകട്ടെ, മക്കൾ നിരപരാധികളല്ലയോ? കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാ മക്കളും ജനിക്കുന്നത് ശുദ്ധമായ പ്രകൃതത്തിലാണ്. അതുകൊണ്ട് ആ മക്കളും സ്വർഗത്തിലേക്കാണ് എന്ന് റസൂലുള്ളാഹി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ജാതി മതങ്ങളുടെ വ്യത്യാസം എവിടെയില്ല പിഞ്ചു മക്കളുടെ വിഷയത്തിൽ. കാരണം അവര് സ്വമേധയാ ധർമ്മവും അധർമ്മവും വേർതിരിച്ചറിയുന്ന പ്രായത്തിൽ എല്ലാവരും കൊച്ചുമക്കളല്ലേ. വമാ കുന്നാ മുഅദ്ദിബീന ഹത്താ നബഅസ റസൂലാ, ഒരു താക്കീതുകാരനെ നാം നിയോഗിക്കാതെ, നമ്മുടെ ഗ്രന്ഥം അയച്ചു കൊടുക്കാതെ, ഒരു പണ്ഡിതനിൽ നിന്ന് അറിയാനുള്ള അവസരമുണ്ടാവാതെ ഒരാളെയും നമ്മൾ ശിക്ഷിക്കുന്നില്ല എന്ന് മഹാനായ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഇബ്രാഹിം നബി നോക്കുന്ന മക്കളിൽ അവിശ്വാസികളുടെ മക്കളുമുണ്ട്. കാരണം ആ മക്കളും സ്വർഗത്തിലേക്ക് പോകുന്നവർ തന്നെയാണ്. ബൈന അന നായിമുൻ ഉതീതു ബിഖദഹിൻ ഫീഹി ലബനുൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പാല് കുടിപ്പിച്ച ഒരു രംഗം ഹദീസിലുണ്ട്. തങ്ങൾ സ്വപ്നം കാണുകയാണ്, ഉതീതു ബിഖദഹിൻ ഫീഹി ലബനുൻ, പാലുള്ള ഒരു പാത്രം നബി തങ്ങൾക്ക് കൊണ്ടുവന്നു. ഫശരിബ്തു മിൻഹു, ആ പാല് നബി തങ്ങൾ കുടിച്ചു. ഹത്താ ഇന്നി ലഅറാ യഖ്റുജു മിൻ അദ്ഫാരി, എൻ്റെ ദാഹം തീർന്നു പോകുന്നത് എൻ്റെ വിരൽത്തുമ്പിലൂടെ വരെ ഞാൻ കണ്ടു എന്ന് നബി തങ്ങൾ സ്വപ്നമാണ്. ثم أعطيت فضلي, ഞാൻ കുടിച്ച പാലിൻ്റെ ബാക്കി ഞാൻ കൊടുത്തു ഉമർ ഇബ്നുൽ ഖത്താബ്, ഖത്താബിൻ്റെ മകൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്. ഫഖാലൂ, സ്വഹാബിമാർ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഫമാ അവൽതഹു, അതിൻ്റെ വ്യാഖ്യാനം എന്താണ് ആ കുടിച്ച പാല്? ഖാല അൽ ഇൽമു, അത് അറിവാണ്, ജ്ഞാനം, അറിവ്. വിജ്ഞാനത്തിൻ്റെ സർവ്വലോകങ്ങളുടെയും താക്കോലുകൾ നൽകപ്പെട്ട പുണ്യനബി ആ വിജ്ഞാനീയങ്ങൾ മുഴുവനും പഠിച്ചെടുത്തു. അതിൽ നിന്ന് ബാക്കി മഹാനായ ഫാറൂഖ് തങ്ങളെ കുടിപ്പിച്ചു. ഫാറൂഖ് റളിയല്ലാഹു അൻഹു വിജ്ഞാനത്തിൻ്റെ മഹാഗോപുരമാണ് എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങൾ മിഅ്റാജിന് പോകുമ്പോൾ പരിശുദ്ധമായ ഖുദ്സിൽ ജെറൂസലേമിലെ ഖുബ്ബത്തു സുഖ്റ എന്ന് പറയുന്ന മിഅ്റാജ് നടന്ന പാറയുള്ള പള്ളിയുണ്ടല്ലോ. നമ്മൾ മസ്ജിദുൽ അഖ്സയുടെ ഫോട്ടോ കാണുമ്പോൾ ആ ഒരു കറുത്ത ഖുബ്ബക്ക് തൊട്ട് പുറത്ത് സ്വർണത്തിൻ്റെ നിറമുള്ള ഒരു ഖുബ്ബയുള്ള പള്ളിയുണ്ട്. ആ പള്ളിയുടെ പേരാണ് ഖുബ്ബത്തു സുഖ്റ, ഡോം ഓഫ് റോക്ക്, പാറക്ക് മുകളിലെ ഖുബ്ബ എന്നാണ് അതിന് പറയാം, ഖുബ്ബത്തു സുഖ്റ. ആ പള്ളിൻ്റെ ഉള്ളിൽ അതൊരു റൗണ്ട് പള്ളിയാണ്. ജുമുഅ നടക്കുമ്പോൾ ആണുങ്ങളൊക്കെ പുരുഷന്മാർ മസ്ജിദുൽ അഖ്സയുടെ പള്ളിയിലും പെണ്ണുങ്ങൾ ഈ ഖുബ്ബത്തു സുഖ്റ പള്ളിയിലും നിസ്കരിക്കുക. മസ്ജിദുൽ അഖ്സയും ഖുബ്ബത്തു സുഖ്റയും തമ്മിൽ ഒരു 100-150 മീറ്ററിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. ഏതായിരുന്നാലും അള്ളാഹു മസ്ജിദുൽ അഖ്സയെ ഈ ഉമ്മത്തിൻ്റെ ഇസ്സത്തിലേക്ക് അള്ളാഹു തിരിച്ചു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.
അവിടെ അംബിയാഇന് ഇമാമായി നിസ്കരിച്ചു. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അംബിയാഇന് ഇമാമായി നിസ്കരിച്ചു. ലോകത്തെ 1,24,000 പ്രവാചകന്മാർക്ക് അല്ലാഹു പുനർജന്മം നൽകുകയും അള്ളാഹുവിൻ്റെ അദൃശ്യ ലോകത്തെ റബ്ബിൻ്റെ അനശ്വരമായ കഴിവിലൂടെ ആ പ്രവാചകന്മാരെ ഖുദ്സിൽ കൊണ്ടുവരികയും ഹബീബിൻ്റെ പിന്നിൽ നിന്ന് 2 റക്അത്ത് നിസ്കരിക്കുകയും ചെയ്തു. ലോകത്ത് വന്നുപോയ എല്ലാ പ്രവാചകന്മാരുടെയും ഇമാമാണ് പുണ്യനബി എന്ന് പഠിപ്പിക്കാൻ, ലോകത്ത് വന്ന സർവ്വ അംബിയാഇൻ്റെയും നേതാവാണ് അഷ്റഫുൽ ഖൽഖ് എന്ന് പറയാൻ, ലോകത്ത് വന്ന അംബിയാ മുർസലുകൾക്ക് ഇമാമ നിൽക്കാനുള്ള യോഗ്യത അഷ്റഫുൽ ഖൽഖിന് മാത്രമാണ് എന്ന് പഠിപ്പിക്കാൻ അള്ളാഹു ചെയ്തതായിരുന്നു അത്. فاق النبيين في خلق وفي خلق ولم يدانوه في علم ولا كرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. സർവ പ്രവാചകന്മാരെക്കാളും നബിയെ അങ്ങയുടെ സ്ഥാനം ഉന്നതമാണ് എന്ന് അള്ളാഹു അംബിയായിനെ അവിടെ അണിനിരത്തിക്കൊണ്ട് പഠിപ്പിച്ചു കൊടുത്തു. ആ നിസ്കാരം കഴിഞ്ഞു അംബിയാക്കളെല്ലാം അവരുടെ ഖബറുകളിലേക്ക് വിശ്രമസ്ഥാനങ്ങളിലേക്ക് മടങ്ങുകയും ചെയ്തു. ജിബ്രീൽ അലൈഹിസ്സലാം ഹബീബിൻ്റെ മുമ്പിൽ 2 കപ്പ് നബി തങ്ങൾക്ക് കുടിക്കാനുള്ള പാനീയവുമായി വന്നു. ഒന്നിൽ പാലാണ്, മറ്റേതിൽ മദ്യമാണ്, മുന്തിരിച്ചാറ് കൊണ്ടുണ്ടാക്കിയ മദ്യം. തങ്ങളോട് ഇത് 2 കൊണ്ടുപോയി കൊടുത്തു നബിയെ, ഇഖ്തർ അങ്ങേക്ക് വേണ്ടതെടുത്ത് കുടിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ ഹബീബായ നബി തങ്ങൾ ഒന്നും ചിന്തിക്കാതെ നേരെ എടുത്തു കുടിച്ചത് പാലായിരുന്നു. പാലെടുത്ത് കുടിച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇഖ്തർതൽ ഫിത്ര ഹുദീതൽ ഫിത്ര ഹുദീത ഇലൽ ഫിത്ര. അങ്ങനെയൊക്കെ ഹദീസിൽ കാണാൻ കഴിയും. നബിയെ, പരിശുദ്ധമായ ആശുദ്ധമായ പ്രകൃതമാണ് അങ്ങ് തിരഞ്ഞെടുത്തത്. അങ്ങെങ്ങാനും മദ്യമാണ് തിരഞ്ഞെടുത്തിരുന്നത് എങ്കിൽ അങ്ങയുടെ ഉമ്മത്തികളിലെ ആണുങ്ങളും പെണ്ണുങ്ങളും മയക്കുമരുന്നിനും ലഹരിക്കും അടിമകളാകുമായിരുന്നു. അവർ മദ്യപാനികളാകുമായിരുന്നു, അവർ ഡ്രങ്കാകുമായിരുന്നു മുഴുവൻ സമയവും. എന്നാൽ ഹബീബായ നബിയെ, ബുദ്ധിയെ നശിപ്പിക്കുന്ന, പറയുന്നത് എന്താണ്, ചിന്തിക്കുന്നത് എന്താണ്, ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്ന ബോധമില്ലാതെ മയക്കുമരുന്നിനും ലഹരിക്കും അടിമകളായി ദുന്യാവും ആഖിറവും നഷ്ടപ്പെടുത്തി കൊടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഉമ്മത്തിൻ്റെ കാശുകാരായ ചെറുപ്പക്കാരായ മക്കളോട് പറയട്ടെ, കാശ് കയ്യിൽ നിന്ന് തീർന്നിട്ടോ അസുഖം വന്നിട്ടോ തൗബ ചെയ്യേണ്ടവരല്ല നമ്മൾ. കാശ് തീർന്നു പോയാൽ അവൻ താനെ നന്നാവും. മാരകമായ സുഖം അവൻ്റെ ശരീരത്തിൽ വന്നാൽ അവനും അവളുമൊക്കെ നന്നാകും. എന്നാൽ മുഅ്മിനീങ്ങൾ ഒരു അദാബ് വന്നുകൊണ്ടല്ല നന്നാവേണ്ടത്, അതിൻ്റെ മുമ്പ് അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങേണ്ടവരാണ്. നമ്മുടെ വായയിലൂടെ കടന്നു പോകരുത് എന്ന് നബി തങ്ങൾ പറഞ്ഞത് ലഹരിയും ഹറാമായ പാനീയങ്ങളും പലിശ കൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണങ്ങളും പലിശ ഉള്ള ജോലി കൊണ്ട് കിട്ടുന്ന ശമ്പളം കൊണ്ട് തിന്നുന്നതും നിങ്ങൾക്ക് പാടില്ല. കുല്ലു ലഹ്മിൻ നബത മിൻ സുഹ്തിൻ ഫന്നാറു ഔലാ ബിഹി. ഏതൊരു ശരീരമാണോ ഹറാമ് തിന്നുന്നത് ആ ശരീരം പോയി കിടക്കാൻ നല്ലത് സ്വർഗമല്ല, പിന്നെയോ അല്ലാഹുവിൻ്റെ നരകമാണ് ആ നഫ്സിനോട് കടപ്പെട്ടത്. നമ്മൾ മയക്കുമരുന്ന് ഉപയോഗിക്കുകയോ ലഹരി ഉപയോഗിക്കുകയോ ഹറാമ് തിന്നുകയോ ചെയ്താൽ അത് ശരീരത്തിൻ്റെ ഭാഗമാണ്. നിങ്ങളുടെ ബ്ലഡ്, നിങ്ങളുടെ മാംസം, നിങ്ങളുടെ ബോഡി, നിങ്ങളുടെ സ്കിൻ അതുകൊണ്ടാണ് രൂപപ്പെടുന്നത്. അതുകൊണ്ട് അള്ളാഹുവിനോട് തൗബ ചെയ്യും, ഇപ്പോഴേ തൗബ ചെയ്യും. റബ്ബേ, പറ്റിപ്പോയി റബ്ബേ, മാപ്പ് നൽകണേ പടച്ചവനെ, ഇനിത് ചെയ്യില്ല റബ്ബേ, അത്തരം തിന്മകളിലേക്ക് പോകില്ല പടച്ചവനെ എന്ന് അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ തൗബ ചെയ്യേണ്ട സമയമാണ്. അർഹമുർ-റഹീമീനായ റബ്ബ് നമ്മുടെ മക്കളെ, നമ്മുടെ യുവതലമുറയെ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഫിത്നയിൽ നിന്നും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ബൈന അന നായിമുൻ അബൂ സഈദുൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലുമുണ്ട്. ഒരുപാട് ആളുകൾ സ്ക്വയർ ഫീറ്റ് ഏറ്റെടുത്തതാണ്. മാഷാ അല്ലാഹ്, മോശമാക്കിയിട്ടില്ല കേട്ടോ. 10 ചാക്ക് സിമൻ്റ് ഒരു സഹോദരി കടങ്ങൾ വിടാൻ അള്ളാഹുവിൻ്റെ കടങ്ങൾ വീട്ടിക്കൊടുക്കട്ടെ. ജസീല എന്ന സഹോദരി, ഷബീർ അലി മേലേതിൽ 1 സ്ക്വയർ ഫീറ്റ്, മണി എന്ന് പറയുന്ന റഹ്മത്ത് 3 സ്ക്വയർ ഫീറ്റ്. മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ 1000 രൂപ അല്ലാഹുവിൻ്റെ ഖബറിലേക്ക് അതിൻ്റെ പ്രതിഫലം എത്തിച്ചു കൊടുക്കട്ടെ. ഒരു സഹോദരി 2 സ്ക്വയർ ഫീറ്റിൻ്റെ പൈസ എടുത്തിട്ടുണ്ട്. ഭർത്താവിനും മാതാപിതാക്കളും കൂടി പ്രത്യേകം ദുആ ചെയ്യാൻ അല്ലാഹു അവർക്ക് ഖൈർ ചെയ്യട്ടെ. അവരുടെയും കുടുംബത്തിൻ്റെയും ദുന്യവിയും ഉഖ്റവിയുമായ എല്ലാവിധ മുറാദുകളും അല്ലാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. അലിയാർ കച്ചവടത്തിൽ ബർക്കത്ത് റാഹത്ത് കിട്ടാൻ വേണ്ടി കോരാടൻ ഷബീബ്, അതുപോലെ തന്നെ പെരുമ്പ്രത്തുളി റിയാസ്, മാമ്പറ്റ സിദ്ദീഖ്, ഹംസ കരിങ്ങനാട്, ഇല്ലാതെ വായിക്കാൻ സമയം ഉണ്ടാവുമോ, മുഹമ്മദ് ഇസ്മായിൽ 1 സ്ക്വയർ ഫീറ്റ്,
മരണപ്പെട്ട മകൻ ഗഫൂറിൻ്റെ മഗ്ഫിറത്തിന് വേണ്ടി ദുആ ചെയ്യാൻ 5000 രൂപ മാഷാ അല്ലാഹ്. അള്ളാഹു ആ മോന് പുറത്തു കൊടുക്കുക. അള്ളാഹു അവരുടെയൊക്കെ സ്വതക്ക സ്വീകരിക്കട്ടെ. അള്ളാഹു അതിൻ്റെ പ്രതിഫലം 2 ലോകത്തും നൽകട്ടെ. അവരുടെ ഉദ്ദേശങ്ങൾ എന്താണോ അള്ളാഹു നീ നിറവേറ്റി കൊടുക്കണേ റബ്ബേ. ഒരു അനുഭാവി 1 സ്ക്വയർ ഫീറ്റ് കോട്ടാമ്പാറ സെയ്ദ് മൗലവി 1 സ്ക്വയർ ഫീറ്റ് രോഗം ഷിഫയാകുന്നതിന് വേണ്ടി തൊണ്ടിയിൽ ഫാത്തിമക്കുട്ടി എന്നിവർ 1000 രൂപ. അള്ളാഹു അവർക്ക് ഷിഫ നൽകട്ടെ. മരണപ്പെട്ട ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ ഷാനവാസ് കൊട്ടാരക്കര കൊല്ലം 501 രൂപ. ഷാനവാസ് സാഹിബ് ഇവിടെ എത്തിയിട്ടുണ്ടോ? അങ്ങനെ ഫോൺ വിളിച്ച് പറഞ്ഞതാ. ഹരിദാസൻ എന്ന് പറഞ്ഞ നമ്മുടെ സുഹൃത്ത് 2000 രൂപ. മാഷാ അല്ലാഹ്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഹലാലായി മുറാദുകൾ ഹാസിലാക്കി കൊടുക്കട്ടെ. ഹരിദാസൻ നമ്മുടെ നാട്ടുകാരനാണോ? ഇടപെടുണ്ടോ? ഹരിദാസനോട് ഇരിക്കുന്നുണ്ടോ? മാഷാ അല്ലാഹ്. ഉമ്മാക്ക് ദുആ ചെയ്യാൻ വേണ്ടി അബ്ദുറഹ്മാൻ എന്നിവർ 10000 രൂപ. അള്ളാഹുയുടെ ഉമ്മാക്ക് മരിച്ചുപോയ ഉമ്മയാണോ? അള്ളാഹു മഗ്ഫിറത്ത് ചെയ്യട്ടെ. ഒരു കുപ്പി തേൻ ഒരു സഹോദരി സംഭാവന ചെയ്തിട്ടുണ്ട്. അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നാളെ വിളിച്ചാൽ അതിന് പൈസ ഇട്ടുള്ളൂ. ഞാൻ വിളിച്ചപ്പോൾ തീരും. കാശിട്ടുണ്ടെങ്കിൽ നാളെ മറ്റന്നാളെ ചെയ്യാം ഇൻഷാ അല്ലാഹ്. 100 ചാക്ക് സിമെൻറ്റ് മാഷാ അല്ലാഹ്. നമ്മൾ റസാഖ് ഹാജി അവറുകൾ 100 ചാക്ക് സിമെൻറ്റ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അള്ളാഹുയുടെ കച്ചവടത്തിലും കുടുംബത്തിലും മക്കളിലൊക്കെ അള്ളാഹു ഖൈറും ബറക്കത്തും ചെയ്യട്ടെ. ഒരു മോള് ഗർഭിണിയായി നിൽക്കുകയാണ്. അള്ളാഹു സുഖപ്രസവം നൽകട്ടെ. മരുമകൻ അവരുടെയൊക്കെ ചില മുറാദുകളൊക്കെ ഉണ്ട്. അള്ളാഹു അതൊക്കെ ഹാസുലാക്കി കൊടുക്കട്ടെ. രോഗങ്ങൾക്ക് ശിഫ നൽകട്ടെ. ആഫിയത്തും സലാമത്തും നൽകട്ടെ. മരണപ്പെട്ടു പോയ സഹോദരിയിലെ മാതാപിതാക്കളുണ്ട്. പിന്നെ പെങ്ങളുടെ ഭർത്താവല്ലേ, സഹോദരിയുടെ ഭർത്താവ് മരണപ്പെട്ടിരുന്നു. അള്ളാഹുയുടെ ഖബറിലേക്ക് അതിൻ്റെ പ്രതിഫലം എത്തിച്ചു കൊടുക്കട്ടെ. കുടുംബജീവിതത്തിലുള്ള വലിയ ബുദ്ധിമുട്ട് മാറാനും കടം വീടാനും ഒരു സഹോദരൻ 1 സ്ക്വയർ ഫീറ്റ്. അള്ളാഹുവെ അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ നീ സലാമത്താക്കി കടങ്ങൾ വിട്ടിക്കൊടുത്ത് സന്തോഷത്തിലാക്കണേ റബ്ബേ. ഒരാമീനായിരിക്കും ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും. നമുക്ക് അറിയാൻ പറ്റില്ല. പൈസ കുടുങ്ങിയത് കിട്ടാൻ വേണ്ടി 1 സ്ക്വയർ ഫീറ്റ് ഒരു സഹോദരൻ. അള്ളാഹു നീ അദ്ദേഹത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ റബ്ബേ. മരണപ്പെട്ട ഉപ്പാക്കും വലിയപ്പാക്കും വലിയമ്മയുടെയും പേരിൽ ദുആ ചെയ്യാൻ 5 സ്ക്വയർ ഫീറ്റ്. അൽഹംദുലില്ലാഹ്. നിങ്ങൾ മോശമാക്കിയിട്ടില്ലല്ലോ. ഞാൻ വിചാരിച്ചു എന്തേ ഇപ്പോൾ 1700 പറഞ്ഞിട്ട് ഒരൊറ്റ കുട്ടി കൈവെക്കാഞ്ഞത്. ആകെ ഒരു 10-15 ആളെ കൈവയ്ക്കുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പരിപാടി നടക്കൂല. നാളത്തെ ഉസ്താദ്മാരും മറ്റന്നാളത്തെ ഉസ്താദ്മാരും ചെയ്താലേ നടക്കുള്ളൂ എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാഹ്. എന്നാലും മോശമാക്കരുത് കേട്ടോ. ഇനി നാളെയും മറ്റന്നാളും 3 ദിവസം കൂടെ പരിപാടി ഉണ്ട് അല്ലേ? 3 ദിവസമുണ്ട്. ഇവിടെ സിറാജുദ്ദീൻ ഖാസിമി അവർ അവസാന ദിവസം വരുന്നുണ്ട്. നാളെ മജ്ലിസുന്നൂറാണ്, വലിയൊരു പരിപാടിയാണ്. മറ്റന്നാൾ കുമ്മൻ ഉസ്താദ് നിസാമുദ്ദീൻ അവറുകൾ അസ്ഹരി അവറുകൾ വരുന്നുണ്ട്. അപ്പോൾ പരിപാടിയൊക്കെ വളരെ ഭംഗിയാക്കി കൊടുക്കണം ഇൻഷാ അല്ലാഹ്. അവരൊക്കെ ചോദിച്ചാൽ നിങ്ങൾ തരുള്ളൂ എന്നൊക്കെ അറിയാം. അപ്പോൾ അവർ നല്ല മട്ടത്തിൽ ചോദിക്കും. ഇതാണ് വിഷയം എന്ന് മനസ്സിലാക്കിയാൽ മതി. എന്നിട്ട് അങ്ങോട്ട് പറയുന്നത് അതൊക്കെ ആ ഒരു നിമിഷത്തിൽ നമ്മുടെ ഒരു കൽബിൽ വരുന്ന ഒരു ഈമാനിൻ്റെ ഉണർവിലൂടെ നടക്കുള്ളൂ. അല്ലെങ്കിൽ ഞാൻ പറയും 70 വിഷാച്ച് കൊടുക്കല്ലേ എന്ന് കയ്യിന് പിടിച്ചു നോക്കും. അപ്പോൾ നമ്മൾ അന്ന് അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയും ചെയ്യും. എന്നാൽ പിന്നെ ഈ 1700 പകരം 10700 നമ്മൾ വേറെ പല കുട്ടിക്ക് സൈക്കിൾ വാങ്ങാൻ കൊടുക്കുന്നുണ്ടാവും. പക്ഷെ ഇതൊരു മദ്രസയാണ്. ഇത് എത്ര കാലം അലിഫും ബാവും താവും അദബും അതും ഇതൊക്കെ അവർ എഴുതി പഠിക്കുന്നുണ്ടോ? ഖുർആൻ്റെ ഫാത്തിഹ അവിടെ സ്വലാത്ത് ചൊല്ലും മദ്രസ തുടങ്ങുമ്പോൾ അവസാനിക്കുമ്പോൾ. ഇതിൻ്റെയൊക്കെ കൂലി നമ്മളങ്ങനെ കിടന്നിർത്താൽ മതി. ഖബറിൽ ഓരോ ദിവസവും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇങ്ങനത്തെ ഒരു ഗോൾഡൻ ചാൻസാണ്. മദ്രസ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും കൂടെ പറയണ്ടാവില്ല. ഇതൊരു കിട്ടിയ അവസരമാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അതിന് വേണ്ടി ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തോളി. അവസരം പോയിട്ട് ട്രെയിന് പോയിട്ട് പിന്നെ അങ്ങനെ ഓടിച്ചെന്നിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് അത് സമയത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. അള്ളാഹു നിഅമത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കൊറോണ വന്നതിന് ശേഷം മനുഷ്യന്മാർ വല്ലാണ്ട് ബിഷ്കന്മാരായി കിടന്നാണ് പറയുന്നത്. കൊറോണ കാലത്ത് കൊറോണ അല്ലേ എന്ന് പറഞ്ഞ് നടക്കുക. അതൊക്കെ പോയി ഇപ്പോൾ ഉഷാറായിട്ടുണ്ട്. കുറേ ആൾക്കാർക്ക് നഷ്ടം സംഭവിച്ചു, ശരിയാണ്. കുറേ ആളുകൾക്ക് ലാഭം ഉണ്ടായിട്ടുണ്ട്. എന്നാലും എല്ലാവരും കൂടെ ഇരുന്നിട്ട് ഇങ്ങനെ കൊടുക്കാതെ ഇങ്ങനെ പിശുക്കി കാണിച്ചിരിക്കുക. പിശുക്ക് മുഅ്മിൻ്റെ സ്വഭാവമല്ല. മുഅ്മിനീങ്ങൾ പിശുക്കൂലാന്ന വമൻ യൂഖ ശുഹ്ഹ നഫ്സി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അല്ലാഹു തആല നമുക്ക് അവൻ തന്നതിൽ നിന്ന് ദാനം ചെയ്യാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. അത് റസാഖാജിൻ്റെ നാടായതുകൊണ്ടപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞത് കാര്യത്തിൽ ഇപ്പോൾ വിഷയം പറയാൻ എടുക്കേണ്ട സമയമാണത്. അപ്പോൾ ഈ റസാഖാജി ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അബുദാബിയിൽ നമ്മളെ വീട്ടിൽ വരും. കുട്ടികളൊക്കെ അറിയും. ആഴ്ചയിലൊരിക്കലോ 2 ആഴ്ചയിലൊരിക്കലോ നിർബന്ധമായിട്ടും വീട്ടിൽ വരും. കുട്ടികളെ കാണും, ഞങ്ങളൊക്കെ കാണും. അങ്ങനെ വലിയൊരു ഖിദ്മത്ത് ചെയ്യുന്ന മഹാനാണ്. അള്ളാഹു അവരുടെയൊക്കെ കച്ചവടത്തിലും ഏർപ്പാടിലുമൊക്കെ വലിയ ബർക്കത്തും തൗഫീഖും അള്ളാഹു നൽകട്ടെ. ദീർഘായുസ്സും ആഫിയത്തും അള്ളാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബൈന അന നായിമുൻ, പുണ്യ നബി തങ്ങൾ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ പരിശുദ്ധരായ നബി തങ്ങൾ ഉറങ്ങിയിരിക്കുമ്പോൾ ഇത് ഉരിളൻ നാസു അലയ്യ വഅലൈഹിം ഖുമുസുൻ, എൻ്റെ ഉമ്മത്തികളെ എനിക്ക് അള്ളാഹു കാണിച്ചു തന്നു. അവരിൽ ഒരുപാട് ആളുകൾക്ക് കുപ്പായമുണ്ട്, ഷർട്ടുണ്ട്, ഗൗണുണ്ട്, കന്തൂറുണ്ട്, അല്ലെങ്കിൽ ഷർട്ടുണ്ട്, കുപ്പായമുണ്ട്, അല്ലെങ്കിൽ പെണ്ണുങ്ങൾക്ക് അവരുടെ വസ്ത്രമുണ്ട്. മിൻഹും മൻ ഖമീസുഹു ഇലാ സുദിയൈ, ചില ആളുകളുടെ വസ്ത്രം കിടക്കുന്നത് അവരുടെ നെഞ്ചുവരെയാണ്, ചിലർക്ക് ഊരവരെയാണ്. ചില ആളുകൾക്ക് അവരുടെ കാൽ അവരുടെ പകുതി വരെ വസ്ത്രമുള്ളൂ. വമിൻഹും മൻ ഖമീസുഹു ഇലാ ഹഖ്വൈ വഇദാ അലാ അലയ്യ ഉമർ ഖമീസുൻ വഇദാ അലാ ഉമർ ഖമീസുൻ യജറുഹു. എന്നാൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു
വസ്ത്രം വലിച്ചുകൊണ്ടാണ് വരുന്നത്. ചെറിയ വസ്ത്രമല്ല, വലിയ വസ്ത്രമുണ്ട് ഉമർ എന്നവർക്ക്. പുണ്യ നബിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഈ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം എന്താണ്? ഖാല അദ്ദീൻ, ഇത് ദീനാണ്, അറിവാണ്, ദീനിൻ്റെ ഇൽമുകളാണ്. അത് ചില ആളുകൾക്ക് കുറച്ചേ ഉണ്ടാവൂ, ചിലർക്ക് ഒരുപാടുണ്ട്. ഉമർ എന്നവർക്കത് ധാരാളമുണ്ട്. ഇയകുൻ ബഅദീ നബിയ്യുൻ ഫഉമർ, എനിക്ക് ശേഷം ഒരു നബി ഉണ്ടാകുമെങ്കിൽ അത് ഉമർ ആയിരിക്കുമെന്ന് നബി തങ്ങൾ പറയുമായിരുന്നു. വലാകിൻ ലാ നബിയ്യ ബഅദീ, എന്നാൽ എൻ്റെ ശേഷം മറ്റൊരു നബിയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അറിവിൻ്റെ മഹാഗോപുരമായിരുന്നു ഉമർ എന്നവർ. പാല് കുടിച്ചു നബി തങ്ങൾ ഒരു കപ്പിൽ നിന്ന്, അതിൻ്റെ ബാക്കി നബി തങ്ങൾ കുടിച്ച് ദാഹം തീർന്നു. ആ ബാക്കി ഉമർ എന്നവർക്ക് കൊടുത്തു നബി തങ്ങൾ. എന്താണ് കൊടുത്തത്? അത് അറിവിൻ്റെ പാലാണ്. ആ കുടിച്ചത് അറിവാണ്, ഇൽമാണെന്ന് നബി തങ്ങൾ പറഞ്ഞു. ഇപ്പം പറഞ്ഞു ദീനാണ്. ഉമർ എന്നവർ വലിയ വസ്ത്രം വലിച്ചിട്ടാണ് വരുന്നത്. മഹാനവറുകളുടേത് ദീനാണ്, അത് ദീനാണെന്ന് ഫറൂഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങൾ സംബന്ധിച്ച് പറയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മഹദിയെ അല്ലാഹുവിൻ്റെ റസൂൽ വിവാഹം ചെയ്യുന്നത് അല്ലാഹു നൽകിയ ഒരു സ്വപ്നത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഉരീതുകി ഫിൽ മനാമി മർറതൈൻ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയെ വളരെ കൊച്ചുപ്രായത്തിൽ ഹബീബായ നബി തങ്ങളുടെ വീട്ടിലേക്ക്, ആ കുടുംബത്തിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അവരുടെ സൗഭാഗ്യമായിട്ടാണ് പറയാറുള്ളത്. മറ്റൊരാളെ വിവാഹം ചെയ്യുന്നതിന് മുമ്പേ എന്നെ വിവാഹം ചെയ്ത നബി 9 വയസ്സുള്ളപ്പോൾ ഹബീബിൻ്റെ വീട്ടിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കുടുംബിനിയാണ് എന്നത് ചരിത്ര സത്യമാണ്. അതിലൊന്നൊരു പ്രയാസമില്ല. നമ്മുടെ ഉമ്മമാർ 11 വയസ്സിൽ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ഉമ്മമാർ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. നമ്മുടെ വല്യമ്മമാരിൽ 11, 12, 13, 14, 15 എന്നൊക്കെ പറഞ്ഞാൽ അന്നത്തെ വലിയ വയസ്സാണ്. ഇപ്പം അടുത്തല്ലേ ഇതൊക്കെ മാറിയിട്ടുള്ളൂ. നമ്മുടെ കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന, നമ്മുടെ ഈ കൺമുമ്പിൽ കഴിഞ്ഞു പോയ നമ്മുടെ വല്യമ്മ, നമ്മുടെ വല്യപ്പാര്, നമ്മുടെ ഉമ്മമാരുടെ വിവാഹത്തിൻ്റെ പ്രായം നോക്കുമ്പോൾ ഒരുപക്ഷെ ഇപ്പോഴും നോർത്ത് ഇന്ത്യയിലൊക്കെ അത് സർവ്വസാധാരണമാണ്. ഈ 18 വയസ്സിൻ്റെ വിഷയമൊക്കെ നിലവിലുണ്ടെങ്കിലും അത് കൂസാതെ ഇപ്പോഴും പഴയ പോലെ കൊച്ചുനാളിലെ കല്യാണം കഴിച്ചു വിടുന്ന എത്രയോ ഗ്രാമങ്ങൾ ഇന്ത്യയുടെ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിലുണ്ട് എന്നത് പച്ചയായ യാഥാർത്ഥ്യമാണ്. അവിടെ ഒന്നുമില്ല, അവർക്ക് ആർക്കോടെ ചെന്ന് കയറി ഒന്നും ചെയ്യാൻ ഇടപെടാനും കഴിയില്ല. അപ്പോൾ പറയും ആയിഷ ബീവി റളിയല്ലാഹു അൻഹ എത്ര ചെറുപ്പത്തിൽ കല്യാണം കഴിച്ചോന്ന്. നമ്മുടെ നാട്, നമ്മുടെ കാലഘട്ടത്തിൽ നടക്കുന്നില്ലേ? ഇപ്പം നമുക്ക് ആലോചിക്കുമ്പോൾ നമ്മുടെ ഉമ്മ പാവട്ടോ, 12 വയസ്സിലൊക്കെ ഉമ്മ പ്രസവിച്ചു എന്ന് പറയും. പടച്ചോനെ എന്തൊരു വലിയ പാവായി പോയി. നമുക്ക് നമ്മുടെ ഈ 20-ാം നൂറ്റാണ്ടും 21-ാം നൂറ്റാണ്ടിലുമായി കിടക്കുന്നത് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തത് നബി തങ്ങൾക്കോ തങ്ങളുടെ കുടുംബത്തിനോ ആയിഷ ബീവിക്കോ തങ്ങളുടെ ശത്രുക്കൾക്കോ പോലും ഒരു വ്യത്യസ്ത സംഭവമായിട്ട് പോലും തോന്നിയില്ല എന്നത് നമ്മൾ ചരിത്രം വായിക്കണം. തങ്ങളുടെ ഏതെങ്കിലും ശത്രുക്കൾ നബിയെ അപമാനിച്ചുകൊണ്ട് പറഞ്ഞോ ആയിഷ ബീവി കല്യാണം കഴിച്ചു? ആരും പറഞ്ഞിട്ടില്ല. എന്തേ? എത്രയോ ഫ്രഞ്ച് രാജാക്കന്മാർ, ഇംഗ്ലണ്ടിലെ രാജാക്കന്മാർ, വെസ്റ്റേൺ രാജാക്കന്മാർ കല്യാണം കഴിച്ചവരുടെ ഭാര്യമാരുടെ വയസ്സൊന്ന് ചരിത്രത്തിൽ നോക്കിയാൽ മനസ്സിലാവും. അവരാണ് ഇപ്പോൾ ഈ കുഞ്ഞനം കാണിക്കുന്നത്. പുണ്യ നബി തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ജീവിതത്തിലേക്ക് സ്വീകരിച്ചു എന്നല്ലേ ഉള്ളൂ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ 9-ാം വയസ്സിൽ പ്രസവിച്ചു എന്നാണോ ഈ പറഞ്ഞത്? അല്ലല്ലോ. വീട്ടിലേക്ക് ഹബീബായ നബി തങ്ങളുടെ ഭാര്യയായി അവർ ജീവിതത്തിലേക്ക് കടന്നു വന്നു. പുണ്യ നബി തങ്ങൾ ആരാണെന്ന് ആദ്യം മനസ്സിലാക്കണം. ഹബീബായ നബി തങ്ങൾ ഒരു വൈകാരിക വെറിയുണ്ടായി നടന്ന ആളായിരുന്നോ? മആദല്ലാഹ്. അങ്ങനെ ആയിരുന്നുവെങ്കിൽ 25 വയസ്സുണ്ടായിരിക്കെ നബി 40 വയസ്സുള്ള ഖദീജ റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിക്കുമായിരുന്നു. അതെന്താ അവർ പറയാത്തത്? ജീവിതത്തിൻ്റെ ചുടുചുറുക്കുള്ളൊരു സമയത്ത് 25 വയസ്സാ ഹബീബിന്, എന്താ ആ കല്യാണം ഇവർ മിണ്ടാത്തത്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഈ കല്യാണം കഴിയുന്നത് ഖദീജ ബീവിയെ കല്യാണം കഴിഞ്ഞ് 25 കൊല്ലം കഴിഞ്ഞിട്ടാണ്. അതിൻ്റെ മുമ്പുള്ള ഈ സംഭവം എന്താ ഇവർ പറയാത്തത്? അത് മിണ്ടൂല. അത് നബി തങ്ങൾക്ക് ഗുണമുള്ള സംഭവമല്ലേ, അത് വേണ്ട. തങ്ങൾ അപമാനിക്കാനാണ് അവർ തീരുമാനിക്കുന്നത്. ഖദീജ റളിയല്ലാഹു അൻഹയുടെ വിവാഹം ഇതിൻ്റെ കൂടെ ചേർത്ത് പറയണം. തങ്ങളെക്കാൾ 15 വയസ്സ് മുതിർന്ന മഹദി, 2 ഭർത്താക്കന്മാരുടെ കൂടെ ജീവിച്ചവർ മരിച്ചുപോയി വിധവയായ മഹദി. കഴിഞ്ഞില്ല, തങ്ങളുടെ 6 മക്കൾക്ക് ഇബ്നാനി വ 4 ബനാത്ത്, 4 പെൺകുട്ടികൾക്കും 2 ആൺകുട്ടികൾക്കും ജന്മം കൊടുത്ത ഉമ്മയാണ്. നബിയെക്കാളും സല്ലല്ലാഹു അലൈഹി വസല്ലം 15 വയസ്സ് മുതിർന്ന ഖദീജ റളിയല്ലാഹു അൻഹ. തങ്ങളായിരിക്കെ പ്രവാചകരല്ല, നബിയല്ല. തങ്ങൾ നബിയല്ലാതിരുന്ന സമയത്ത് തങ്ങളുടെ ഇഷ്ടം തങ്ങൾക്ക് ചെയ്യാം. അങ്ങനെ നബി തങ്ങൾ തിരഞ്ഞെടുത്തത് ഒരു ഭാര്യയെ കല്യാണം കഴിക്കാനാണ്. അത് തങ്ങളുടെ സ്വയം ഇഷ്ടമാണ്. നുബുവത്ത് കിട്ടിയാൽ അള്ളാഹു പറയുന്നതേ ചെയ്യാൻ പറ്റൂ. അള്ളാഹു പറയുന്നതേ നബിക്ക് ചെയ്യാൻ പറ്റൂ. അത് യുദ്ധമാണെങ്കിലും സന്ധിയാണെങ്കിലും വിവാഹമാണെങ്കിലും മോചനമാണെങ്കിലും അള്ളാഹു നൽകുന്ന നിർദ്ദേശം മാത്രമേ നബിക്ക് ചെയ്യാൻ പറ്റൂ. അതാണ് നുബുവത്ത്.
40 വയസ്സിന് ശേഷം നബിയുടെ ജീവിതം നുബുവത്തിന്റെ ജീവിതമാണ്. 40ന്റെ മുമ്പ് നബി തങ്ങളുടേത് വ്യക്തി ജീവിതമാണ്, തങ്ങളുടെ സ്വയമിഷ്ടമാണ്. അങ്ങനെ നബി തങ്ങൾ ഒരു വ്യക്തി എന്ന നിലയിൽ തങ്ങൾ വിവാഹം ചെയ്തത് ഒരാളെ മാത്രമാണ്, ഖദീജ റളിയല്ലാഹു അൻഹയെ. തങ്ങളുടെ സ്വയം ചോയ്സ്. അങ്ങനെ നബിക്ക് വിവാഹം ചെയ്യാമായിരുന്നു 2, 3, 4 ചെറിയ പെൺകുട്ടികളെ. അതൊന്നും തങ്ങൾ ചെയ്തില്ല. തങ്ങൾ വിവാഹം ചെയ്തത് തങ്ങളെക്കാളും 15 വയസ്സ് മുതിർന്ന, ഇതൊന്നും നമ്മളൊക്കെ ഉമ്മയും മകനും നിൽക്കുന്ന വ്യത്യാസം ഉണ്ടാവില്ലേ വയസ്സിൽ? നമ്മുടെ പഴയ കാലത്ത് നോക്കിയാൽ 15 വയസ്സ് നബിയെക്കാളും മുതിർന്നവരെ. എന്നിട്ട് 6 മക്കളെ പ്രസവിക്കുകയും ചെയ്തു. ആ മഹദി വഫാത്താകുന്ന നിമിഷം വരെ നബി തങ്ങൾ വേറൊരു കല്യാണം കഴിച്ചില്ല. എന്തേ യുക്തിവാദികളെ നിങ്ങൾ ഇതൊന്നും കാണാത്തത്? എന്തേ നിങ്ങളിത് പറയാത്തത്? ഇത് ചരിത്രമല്ലേ? ആയിഷ ബീവിന്റെ ചരിത്രം പറയുന്ന കൂട്ടത്തിൽ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റൂലേ? എന്തുകൊണ്ട് പറയുന്നില്ല? അത് പറയുന്നു. നീ നീതി പാലിക്കേണ്ടേ? അറ്റ്ലീസ്റ്റ് തങ്ങളോട് നീതി പാലിക്കൻ. ഇതും ചെയ്തവരാ ഞങ്ങളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടോ ഈ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ എന്ന ചെറുപ്പക്കാരി പെണ്ണ് ഹബീബിന്റെ കൂടെ ഉണ്ടായിരിക്കെ നമ്മുടെ ഉമ്മയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, ഉമ്മുൽ മുഅ്മിനീൻ, നമ്മുടെ മാതാവാണ് റളിയല്ലാഹു അൻഹ. നബിയുടെ ഭാര്യമാർ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഉമ്മമാരാണ്. ആയിഷ ബീവി പറയാ റളിയല്ലാഹു അൻഹ, ഞാൻ കണ്ണുകൊണ്ട് കാണാത്ത നബിയുടെ ഭാര്യയായിരുന്നു ഖദീജ ബീവി. പക്ഷേ എൻ്റെ കൂടെ സഹഭാര്യമാരായുള്ള ഹഫ്സ, സൈനബ്, ഇവരൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരിക്കെ, അവരൊക്കെ ചെറുപ്പക്കാരികളാണ്, അവരോട് ആരോടും തോന്നാത്ത അസൂയ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണാത്ത നബിയുടെ ഭാര്യയായ ഖദീജ ബീവിയോടാണ് എനിക്ക് തോന്നിയത്. അവരാണെങ്കിലോ 68 വയസ്സുള്ളപ്പോൾ മരിച്ചുപോയ ഉമ്മയാണ്. 68 വയസ്സാണ് ഖദീജ ബീവി വഫാത്താകുമ്പോൾ. ആ വയസ്സിലെ 68 വയസ്സുള്ള ഒരു ഭാര്യയുടെ കൂടെ നബി തങ്ങൾ ജീവിച്ചു, വേറൊരു കല്യാണം കഴിക്കാതെ. അതും പറയണ്ടേ ഇതിൻ്റെ കൂടെ? ആയിഷ ബീവി വിവാഹം ചെയ്തു.